السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم. صدق الله مولانا العظيم. ഏറ്റവും സമാദരണീയരായ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളെ, സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയിട്ടുള്ള ഈ നാട്ടിലെയും മറുനാട്ടിലെയും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരും പ്രചാരകരുമായ സുഹൃത്തുക്കളെ, മറ്റു ഇതര സംഘടനാ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒന്നാമത്തെ തവണ ഒരുങ്ങുകയും രണ്ടാമത്തെ തവണ വരാൻ സാധിക്കുകയും ചെയ്ത ഈ മഹത്തായ സംഗമത്തിൽ സർവശക്തനായ അല്ലാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലതിൻ്റെ പ്രചാരകരാകാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇത്രയും വലിയ ജനബാഹുല്യം ഇവിടെ തടിച്ചുകൂടാനുള്ള ഒരു കാരണം സമസ്തേതര സംഘടനകളുടെ സജീവ പ്രചരണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഒരുമിച്ച് കൂടിയതിനേക്കാളും എത്രയോ 10 മടങ്ങ് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഈ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ അഭിവന്യരായ പ്രവർത്തകൻ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ അവരുകളെ ഈ സമയത്ത് അഭിനന്ദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സേവനത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യരായ ഉസ്താദുമാർ കാര്യഗൗരവമായി വിഷയങ്ങളൊക്കെ നമ്മളെ തെര്യപ്പെടുത്തുകയുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ഇലാഹിയായ സംഘടനയാണ് എന്നത് നാൾക്കുനാൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ മണ്ണിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഇംഗ്ലീഷ് അക്ഷരം Z കൊണ്ട് അവസാനിച്ചത് ഭാഗ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ആ Z-ന്റെ ശേഷം മറ്റൊരു അക്ഷരം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പേരിലും ഇവിടെ സംഘടനകൾ ഉണ്ടാകുമായിരുന്നു. ഈ സംഘടനകൾ മുഴുവനും നാട്ടുകാരോട് പറയണത് നിങ്ങളെ ഞങ്ങളെ ബാഗ് കൂടിക്കോളി, നിങ്ങളെ ഞങ്ങളെ സ്വർഗത്ത് കൊണ്ടുപോകാമെന്നാണ്. നമ്മൾ പറയുന്നത് എല്ലാ സംഘടനകളുടെ പിന്നിൽ കൂടിയാലും സ്വർഗപ്രാപ്തി സാധ്യമല്ല. കാരണം സ്വർഗം നേടുക എന്ന ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, സ്വർഗം കിട്ടാൻ പര്യാപ്തമായ മാർഗവും കൂടെ നന്നാവണം. മാർഗം നന്നാവുകയും ലക്ഷ്യം നന്നാവുകയും ചെയ്തെങ്കിൽ മാത്രമേ സ്വർഗപ്രാപ്തി സാധ്യമാവുകയുള്ളൂ. എന്നാൽ കേരളത്തിൽ ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ സംഘടനകളും തങ്ങളുടെ അടിസ്ഥാനപരമായ ആദർശങ്ങളിൽ നിന്ന് അതിവേഗം ബഹുദൂരം പിന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം ഈ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സംഘടനകൾ മുഴുവനും വൈരാഗ്യത്തിൻ്റെ അതല്ലെങ്കിൽ പകപോക്കലിന്റെ വഴിയിൽ പ്രവേശിച്ച് ആദർശ പ്രചരണ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അത് ഏതെങ്കിലും ഇനീഷ്യലിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും സംഘടനയുടെയിലേക്ക് ലമീർ മടക്കിക്കൊണ്ട് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് എതിരെ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ സംഘടനകൾ മുഴുവനും തങ്ങളുടെ ലക്ഷ്യമായ ആദർശ പ്രചരണ രംഗത്തിൽ നിന്ന് മാറി ചിന്തിച്ച് വൈരാഗ്യത്തിന്റെയും ദേഷ്യത്തിന്റെയും പകപോക്കലിന്റെയും വഴികളിലാണ് എന്നത് വ്യക്തമായ ധാരണയുടെ അതല്ല ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. എന്നാൽ നേര് പറയാനും ആദർശം പറയാനും ധീരതയോടെ പറയാനും വളച്ചുകെട്ടില്ലാതെ പറയാനും ഇന്നിവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമേ ഉള്ളൂ. അതൊരു അഹങ്കാരത്തിന്റെ വാക്കായിട്ട് എനിക്ക് തോന്നിയില്ല, ഇതൊരു അഭിമാനത്തിന്റെ ഒരു വാക്കാണ്. കാരണം മറ്റുള്ളവരെ ഈ വിഷയത്തിൽ കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. മുഖാമുഖങ്ങൾ നടത്താനും ആദർശ വിശദീകരണങ്ങൾ നടത്താനും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഇന്നതാണ്, സംശയമുള്ളവർക്ക് വരാവുന്നതാണ് എന്ന് പറയാൻ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമേ ഉള്ളൂ. അതിന്റെ ആദർശ വിങ്ങായ ഇസ്തിഖാമ SKSSFന്റെ സംസ്ഥാന സമിതിയുടെ ആദർശ വിങ് ഇസ്തിഖാമയുടെ നേതാക്കന്മാർ ആ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ രണ്ടറ്റങ്ങൾക്കുള്ളിലും കേരളത്തിന്റെ പുറത്തുള്ള നാടുകളിലും പ്രത്യേകിച്ച് ഏതാനും ആഴ്ചകൾക്കപ്പുറത്ത് നമ്മുടെ ഇസ്തിഖാമയുടെ അഭിവന്യരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവർകളും ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപടി ഉസ്താദ് അവർകളും ഏതാനും ദിവസത്തെ പര്യടനത്തിന് വേണ്ടി ഒമാൻ, മസ്കത്ത് അടക്കമുള്ള ഇസ്ലാമിക നാടുകളിലേക്ക് യാത്ര നടത്തുകയുണ്ടായി. അവിടെ ആരൊക്കെയോ വന്ന് ചോദ്യോത്തരത്തിന് അവസരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിച്ചപ്പോൾ കുടന്ന വെള്ളം മുഴുവനും കുടിച്ചു തീർന്ന് മറുപടി പറയാൻ കഴിയാതെ ജാല്യതയിലായ സമയത്താണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ഈ കഴിഞ്ഞ ആഴ്ച ഈ പറയപ്പെട്ട നാടുകളിൽ ചെന്നത്. 8ഓളം മുഖാമുഖങ്ങൾ നടത്തി സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെ കൃത്യമായി വിവരിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ളൊരു സാഹചര്യം ഈ ഒരു യാത്ര കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നാടുനീളെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും SKSSFന്റെ ആദർശ വിങ്ങായ ഇസ്തിഖാമ സജീവമായി രംഗപ്രവേശനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം, ഇവിടെയാണ് സമസ്തേതര സംഘടനകളെ സംബന്ധിച്ച് മുൻവിധിയില്ലാതെ പഠിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതും ചർച്ച ചെയ്യേണ്ടതും ഈ ഒരു സാഹചര്യത്തിലാണ്. അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ നേരായ വഴിയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആർക്കും ആ വിഷയത്തിൽ തർക്കമില്ല, രണ്ടഭിപ്രായമില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനാപരമായ നിലനിൽപ്പിനോ മറ്റാവശ്യങ്ങൾക്കോ സാമ്പത്തികമായ കാര്യലാഭങ്ങൾക്കോ ആരെങ്കിലും വിമർശിക്കുന്നത് നമ്മൾക്ക് തടയാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ശരിയായ രൂപം അവസാനത്തെ പ്രസംഗത്തിൽ ഖുതുബത്തുൽ വദാഇൽ അറഫാത്തിന്റെ മലമുകളെ സാക്ഷി നിർത്തി പുണ്യപ്രവാചകർ നടത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നാണ്. ഈ ദീൻ സമ്പൂർണമാണ്, ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ളത് എടുത്തു മാറ്റേണ്ടതില്ല. സകല കാലങ്ങൾക്കും സകല മനുഷ്യർക്കും സകല ജനവിഭാഗങ്ങൾക്കും സമ്പൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന നിയമ വ്യവസ്ഥകളെ കൊണ്ട് സമ്പൂർണമാണ് വിശുദ്ധ ദീൻ. ഇത് പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. ഞാൻ അവസാനത്തെ നബിയാണ്, ലാ റസൂല ബഅദി വലാ നബിയ. എന്റെ ശേഷം ഒരു നബി വരൂല, ഞാൻ അവസാനത്തെ നബിയാണ്. വല്ലവനും ആ കുപ്പായമിട്ട് ഞാൻ നബിയാണെന്ന് വാദിച്ചു വന്നാൽ അവൻ തള്ളപ്പെടേണ്ടവനും അവൻ കള്ളനുമാണ് എന്ന വ്യക്തമായ ധ്വനി ആ അവസാനത്തെ പ്രസംഗത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിൻകാലത്ത് പലരും ആ കുപ്പായമിട്ട് നാടുകളിൽ കടന്നു വരികയുണ്ടായി. അവർ സംഘടനകൾ ഉണ്ടാക്കി, അവർ അനുയായികളെ ഉണ്ടാക്കി, അവരാൽ കഴിയുന്ന പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ഹമീദ് വൈസ് ഉസ്താദിന്റെ പ്രസംഗത്തിലും ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദിന്റെ പ്രസംഗത്തിലുമൊക്കെ കേരളത്തിൽ വളർന്നു വരുന്ന ബിദ്അത്തിന്റെ സംഘടനകളെ ചെറുതായ രൂപത്തിൽ പരിചയപ്പെടുത്തുകയുണ്ടായി. മൗദൂദികൾ എന്നറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി, അവർ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ഖുർആൻ പറയാനും ഹദീസ് പറയാനും ഫത്വ കൊടുക്കാനും ദീൻ പറയാനും അതുപോലത്തെ ദീനിന്റെ വിഷയങ്ങൾ പറയാനും ആദർശം പറയാനും അവരെ കിട്ടാത്ത രൂപത്തിൽ ആദർശപരമായി സൃഷ്ടിച്ചു പോയൊരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി.
അവർ നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്ലാച്ചിമടക്കമുള്ള കരിമണൽ ഖനനം അടക്കമുള്ള എക്സ്പ്രസ് ഹൈവേ അടക്കമുള്ള വിഷയങ്ങളിൽ സജീവമായ ഇജ്തിഹാദിലാണ് ഈ സംഘടന ഇന്നുള്ളത്. ദീനീ വിഷയങ്ങളിൽ ഒരു കാര്യം ചോദിച്ചാൽ പറയാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ആദർശ പാപ്പരത്തിൽ എത്തിച്ചേർന്നു. ആദർശ പാപ്പരത്വം എന്നത് അവരെ വിമർശിക്കാൻ വേണ്ടിയോ കൊച്ചാക്കാൻ വേണ്ടിയോ പറഞ്ഞതല്ല. അവർ ആദ്യമേ കൊച്ചാണല്ലോ. ഈ സംഘടനയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ നേതാവാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അത് ത്വരീഖത്തിന്റെ ഷെയ്ഖ് ആയതുകൊണ്ടല്ല, ചേക്കമതാക്കാന്ന മൂപ്പരെ പേര്. അത് നന്നാക്കി ഇസ്തിരിട്ട മലയാളത്തിൽ പറഞ്ഞപ്പോൾ അത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്നായി. അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തോടൊരു ചോദ്യം, പണ്ട് കാലത്ത് നിങ്ങൾ പലതും ഹറാമാണെന്ന് പറഞ്ഞത് ഇന്ന് പലതും ഹലാലായി നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഉദാഹരണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഹറാമാണ് എന്നൊരു കാലത്ത് നിങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ഉണ്ടാക്കി, മൻസൂഖായിപ്പോയി ആ നിയമം. മാത്രമല്ല, ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ, ഗവൺമെന്റ് ജോലി ഏറ്റെടുക്കുന്നതും ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നതും ശരീഅത്തിന്റെ നിയമത്തിൽ, ഇസ്ലാമിന്റെ നിയമത്തിൽ ഘടകവിരുദ്ധമാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് ഒരു കാലത്ത്? ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കന്മാരും ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നവരാണ്. ഒരു കാലത്ത് ഹറാമായത് പിൻകാലത്ത് നിങ്ങൾക്ക് എങ്ങനെ ഹറാമായി എന്ന് സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താ അറിയങ്ങൾ? ഏറ്റവും വലിയ ഷെയ്ഖിന്റെ മറുപടിയാണത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഹറാമ് ഹലാലും ആകും, ഹലാല് ഹറാമും ആകും. അത് മാറ്റണ്ടാവും. അങ്ങനെയാണ് അങ്ങനെ നിലപാട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കി. അദ്ദേഹമാണ് നമ്മൾ ക്ലിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഷെയ്ഖ് സാഹിബിനോടാണ്. ഖുർആനും ഹദീസും സമ്പൂർണമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കെ ഹറാം ഹലാൽ തുടങ്ങിയ വിധിവിലക്കുകളിൽ പിന്നെ എന്താണൊരു നയംമാറ്റം? ഉദാഹരണം, ഒരു കാലത്ത് വോട്ട് ചെയ്യുന്നത് ഹറാമായിരുന്നു, പിന്നെ അത് ഹലാലായി. ഇങ്ങനെ ഹറാം ഹലാൽ മാറ്റിമറിക്കലാണോ നയംമാറ്റം? യഥാർത്ഥത്തിൽ ഇതൊരു അവസരവാദമല്ലേ? സമാനമായൊരു ചോദ്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സർക്കാർ ജോലി സ്വീകരിക്കുന്നത് ഹറാമായി കണ്ടിരുന്നു. പലരും ജോലി രാജിവെക്കുകയും സർട്ടിഫിക്കറ്റുകൾ കീറിക്കളയുകയും ചെയ്തു. അന്ന് ഹറാമായ ജോലി ഇന്ന് എങ്ങനെ ഹലാലായി? ഇതുപോലുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു മാന്യമായ ചോദ്യമാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ജമാഅത്തിന്റെ ഏതെങ്കിലും ആളുകൾ ഇത് കേൾക്കുമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളത് പറയണത്. നമുക്കത് ആവശ്യമുണ്ടായിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു മാന്യമായ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി പറയട്ടെ. ഒന്ന്, ഹറാം ഹലാലാവുമോ? അതിൽ അങ്ങനെ ചെയ്യുന്നതിന് നയം എന്ന് പറയുമോ? എന്താണ് നയം എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ ഊന്നി ലക്ഷ്യത്തിലെത്തുവാൻ സ്വീകരിക്കുന്ന സമീപനത്തിനാണ് നയം എന്ന് പറയുന്നത്. ആ നയം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആദർശത്തിലൂന്നി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിക്കാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നയം എന്ന് പറയുന്നത്. ആ നയങ്ങൾ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ പറയണത് ഇടക്കിടക്ക് മാറുന്നത് ആ നയം യഥാർത്ഥ ഇസ്ലാമിന്റെ നയമല്ല. ഇസ്ലാമിന്റെ നയവും ഇസ്ലാമിന്റെ തീരുമാനങ്ങളും ഇസ്ലാമിന്റെ വിധിവിലക്കുകളും ഖിയാമത്ത് നാൾ വരെ ഒന്നാണെന്ന് പറയാൻ ആർജവമുള്ളവരാണ് സമസ്തയുടെ പ്രവർത്തകന്മാർ. അയാൾ പറയണത് അത് ഇടക്ക് മാറിക്കൊണ്ടിരിക്കും. സാഹചര്യം മാറുമ്പോൾ ചിലപ്പോൾ ഹറാം ഹലാലുമാകും. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഹലാല് ഹറാമാകും, ഹറാമ് ഹലാലാകും. ഓരോ ബാക്കിലൊക്കെ ധൈര്യത്തോടു കൂടെ പെരേന്നിറങ്ങി നടന്ന വൈകുന്നേരമാകും മുസ്ലിമായിട്ട് പെരേക്ക് കടക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം പെരേന്നിറങ്ങുമ്പോ ഹലാലായ പലതും സാഹചര്യം മാറുമ്പോ ഹറാമാകും എന്ന് പറഞ്ഞാൽ എങ്ങനെ അവരുടെ പിന്നാലെ ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിക്കാൻ കഴിയും? ഇതേപോലെ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിനും ഈ നിലപാടുണ്ട്. അത് ഏത് ഗ്രൂപ്പിൽ അറിയപ്പെടുന്ന, ഏത് ഇനീഷ്യലിൽ അറിയപ്പെടുന്ന, ഏത് ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ലേബലിൽ അറിയപ്പെടുന്ന സംഘടനയാണെങ്കിലും ശരി, ലയിച്ചു കൂടുന്നല്ലേ പറയണത്. അതിന്റെ കാര്യം ഞാൻ പറയാം. സക്കരിയ സ്വലാഹി എഴുതിയ ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ പേര് ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും എന്നാണ്. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഞാൻ വേഗത്തിൽ ഈ വിഷയത്തിന്റെ ഇങ്ങനെ ഒരു എത്തിനോട്ടം നടത്തിയിട്ട് മാത്രം പോവുകയാണ്. ഇത് തൽക്കാലം ഒരു കന്നുകൂട്ടിൽ മാത്രമാണ്, കട്ടുകൊടുക്കാഞ്ഞ് പിന്നെ സൗകര്യം പോലെ വരാം. അപ്പൊ ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകം സക്കരിയ സ്വലാഹി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ
64-ാമത്തെ പേജിൽ സക്കരിയ സ്വലാഹി എഴുതിയ ഇങ്ങനെ ആയാബിരുത് നമ്മളത് എക്സ്ട്രാ പേപ്പർ കോക്കി ആരും കാണില്ല. അത് അതുണ്ട് ലേറ്റുണ്ടായിക്കോട്ടെ, എന്നാലും അത്ര ക്ലിയർ മതി, ആൾക്കാർ കാണില്ല. ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ 64-ാമത്തെ പേജ് നോക്കുങ്ങൾ സക്കരിയ സ്വലാഹി എഴുതിയത്. ഞാനിത് വായിക്കുന്നതിന് മുമ്പ് ഇത് വല്ല മുജാഹിദിന്റെ പ്രവർത്തകന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ എഴുതിക്കണോന്ന് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വരാവുന്നതും ഇത് വാങ്ങാവുന്നതും വായിക്കാവുന്നതുമാണ്. ഇത് കൊണ്ട് ഓടരുത് എന്ന് മാത്രം. എന്താ ഇതിൽ എഴുതിയത് കാര്യങ്ങൾ? അദ്ദേഹം ചുരുക്കത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാൾ പറയാണ് ചുരുക്കത്തിൽ അപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ തെറ്റായ ധാരണകളെ നാം യഥാസമയം തിരുത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന പ്രബോധകന്മാർ പണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെടുന്നവർ എഴുതിയതാണ് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ തെറ്റായ ധാരണകളെ നാം യഥാസമയം തിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാലം അത്രയും വിശ്വസിച്ചു പോന്ന ആചരിച്ചു പോന്ന വിശ്വാസാചാരങ്ങളെ നമ്മൾക്ക് സൗകര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തിരുത്തിയിട്ടുണ്ട്. പിന്നീട് കൂടുതൽ പ്രബലമായ തെളിവുകൾ ലഭിച്ചപ്പോൾ നമ്മുടെ ധാരണകളെ വീണ്ടും തിരുത്തേണ്ടി വന്നു. നോക്കിക്കണികള്, ഒരു മതത്തിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞൊല്ലത്തത് ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുമ്പോ അതിലേറെ നല്ല അഭിപ്രായം കിട്ടുമ്പോൾ ഞങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞാൽ അതിനെ മുമ്പ് ചെയ്തത് പഠിക്കാതെയെന്നോ അല്ലെങ്കിൽ സലഫ് സ്വാലിഹീങ്ങൾ പിൻപറ്റാതെയാണ് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരെ കൃത്യമായി അനുധാവനം ചെയ്താൽ എങ്ങനെ നമുക്ക് തിരുത്തേണ്ടി വരും? ഇങ്ങനെ ഒരു ആശയം, ഇങ്ങനെ ഒരു എഴുത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയോ കീഴ്ഘടകങ്ങളുടെയോ പ്രസിദ്ധീകരണങ്ങളിൽ കാണാൻ സാധ്യമല്ല. ഇനി ഇങ്ങനെ എഴുതിയിട്ട് അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഇടക്കാലത്ത് നാം സ്വീകരിച്ചതും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പിന്നീട് നാം തിരുത്തിയതുമായ ചില കാര്യങ്ങളെ ഇന്നത്തെ ആദർശ വ്യതിയാനത്തിന് ന്യായീകരണമായി കണ്ടുകൂടാ. അങ്ങനെ ഞങ്ങൾ കൊല്ലാക്കൊല്ലം ഇടക്കിടക്ക് തിരുത്തിന്ന് കരുതിയിട്ട് അത് ഞങ്ങൾ ആദർശ വ്യതിയാനാണ് നിങ്ങൾ കരുതരുത്. ദത്ത ഞങ്ങൾ അതിനെപ്പറ്റി കരുതണ്ടേ? ഇങ്ങനെ കൊല്ലാക്കൊല്ലം സൗകര്യം പോലെ ഞങ്ങളെ വിശ്വാസ പ്രമാണങ്ങളെ മാറ്റുമെന്ന് മുജാഹിദിന്റെ നിലവിലുള്ള നേതാക്കന്മാരിൽ പ്രമുഖനായ സക്കരിയ സ്വലാഹി വ്യക്തമായി മലയാളത്തിൽ എഴുതിയതാണിത്. അതാണ് നമ്മൾ പറയുന്നത്. സംഘടനകൾ ധാരാളമുണ്ട്, ആദർശത്തിൽ വ്യക്തമായ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് മുജാഹിദിന്റെ സംഘടനകൾ ഞങ്ങളിതാ ലയിക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾ യോജിപ്പിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അന്നും ഇന്നും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളിൽ ഒരു ചോദ്യം തൗഹീദും ശിർക്കും എങ്ങനെയാണ് ലയിക്കുന്നത്, അത് ഞമ്മക്കൊരു പിടുത്തം കിട്ടാത്ത ചോദ്യമാണ്. കാരണം മടവൂരികളുടെ വിശ്വാസം KNM മുശ്രിക്കുകളാണ് എന്നാണ്. അതിൽ താന്നൊരു ഏർപ്പാടല്ല പറഞ്ഞത്, മുശ്രിക്കുകളാണ്. KNM വിശ്വാസം മടവൂരികൾ മുശ്രിക്കീങ്ങളാണ് എന്നാണ്. ഇങ്ങനെ പരസ്പരമുള്ള ശിർക്കാരോപണങ്ങളിൽ വ്യക്തമായ ധാരണകളിലെത്താതെ, രണ്ടിലൊരു വിഭാഗം തിരുത്താതെ, രണ്ടിലൊരു വിഭാഗം മാപ്പ് പറയാതെ തൗഹീദും ശിർക്കും ഏതടിസ്ഥാനത്തിലാണ്, ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അവർ തമ്മിൽ ലയിച്ചിട്ടുള്ളത്? ഈ തൗഹീദും ശിർക്കും തമ്മിലുള്ള ലയനം വലക്കും പാന്തിയെ ചുട്ടിയായിരിക്കും, എങ്ങനാലും മുറുക്കണ്ടാവൂല. വല്ലാതെ വലിച്ച ഊരിങ്ങോട്ട് പോരും, മുറുകൂല. ഈ നിലക്ക് തൗഹീദും ശിർക്കും തമ്മിലുള്ള ലയനം ആദർശമായി 18ഓളം വിഷയങ്ങളിൽ ഇവര് തമ്മിൽ ആദർശപരമായിട്ട് പരസ്പര ശത്രുതയിലാണ്. 18ഓളം വിഷയങ്ങളിൽ. അത് ഞാൻ എന്റെ വക പറയല്ല, മുജാഹിദിന്റെ പ്രമുഖനായ നേതാവ് തന്നെ ആ കാര്യം തുറന്നു പറയട്ടെ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ 18ഓളം വിഷയങ്ങളിൽ തകരാറ് പറ്റിയിട്ടുണ്ട് എന്നും കൃത്യമായി തെളിഞ്ഞതും വിവരിച്ചു കൊടുത്തതുമാണ്. ആശയപരമായ വിഷയങ്ങളിൽ തിരിച്ചു വരുമെങ്കിൽ അത് എന്നും കേരള നദ്വത്തുൽ മുജാഹിദീൻ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 18ഓളം വിഷയങ്ങളിൽ ജന്തുക്കളോട് പോകും. 18ഓളം വിഷയങ്ങളിൽ അങ്ങ് തട്ടിക്കൊടുത്താൽ മതി. 18ഓളം വിഷയങ്ങളിൽ ആദർശപരമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് തിരുത്തുമെങ്കിൽ ഐക്യം നല്ലതാണ്. എയിലാ തിരുത്തിയത്? 18 തിരുത്തണ്ട, 15 തിരുത്തണ്ട. ഏതെങ്കിലും ഒരു വിഷയത്തിൽ രണ്ടാലൊരു വിഭാഗം തിരുത്തിയെന്നോ മാപ്പ് പറഞ്ഞു എന്നോ പറ നിങ്ങള്. അങ്ങനൊന്നുമില്ല. പക്ഷെ എന്താ നിങ്ങള് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ മണ്ണിട്ട് മൂടാനുള്ള
ഒരു കുടിലതന്ത്രമാണ് ഐക്യത്തിന്റെ കഥ എന്ന് സാമാന്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ അടുത്തൊരു കാര്യം, നമ്മുടെ പ്രവർത്തകന്മാര് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും വലിയ സംഖ്യ കൊടുക്കുക, 100, 200, 50 കൊടുക്കുക. അള്ളാഹു താല നമ്മുടെ സംഗമം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഏപ്പിക്കാരും മുജാഹിദാനും സംസ്ഥാനക്കാരൊക്കെ ഉണ്ടെങ്കിൽ തോനെ കൊടുക്കും. ഇങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. കാരണം നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇങ്ങൾക്കും വേണ്ടിയിട്ടില്ല. നമ്മളിത് ഇത്ര അംഗാറയാണ് വലിയ പരിപാടിയൊക്കെ നടത്തിയത്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഏറെ കൊടുക്കണം. കഴിഞ്ഞ മുമ്പത്തെ പരിപാടിക്ക് കുറെ ഒരുക്കുവരിക്കാൻ അതിനും കുറെ പൈസ കടം ബാക്കിയുണ്ട്. അപ്പൊ എല്ലാവരും നല്ലോണം കൊടുക്കുക. അള്ളാഹു നമ്മുടെ പദ്ധതികളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. അപ്പോ 18ഓളം വിഷയങ്ങളിൽ പരസ്പരമായി ആദർശമായിട്ട് വളരെ വൈരുദ്ധ്യമായി നിലപാടുകളുണ്ട്. ഒന്നിനു പോലും തീരുമാനമാകാതെയുള്ള ഈ ഐക്യം എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഞാൻ ഒരുപാട് വായിക്കാനുണ്ട്, കൂടുതൽ കടക്കുന്നില്ല. 2012 ജൂലൈ മാസം പുറത്തിറങ്ങിയ അൽ ഇസ്ലാഹ് മാസികയിൽ KNM എഴുതിയത് എന്താ? നിങ്ങള് മടവൂരികൾ ചേകനൂരിസത്തിന്റെ ദല്ലാളുമാരാണ്. അങ്ങനെ മടവൂരിസത്തെ സംബന്ധിച്ച് പറഞ്ഞ ഈ KNM ഇവരുമായിട്ട് എങ്ങനെ ഐക്യപ്പെടാൻ കഴിയും? ഐക്യപ്പെടണമെങ്കിൽ മടവൂരിസത്തിന്റെ മേൽ ആരോപിച്ച ചേകനൂരിസം അവർക്കില്ലാതാവണ്ടേ? ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ലയന സമ്മേളനങ്ങളിലോ പത്രസമ്മേളനങ്ങളിലോ മറ്റു ഏതെങ്കിലും പൊതുയോഗങ്ങളിലോ പറയാൻ മടിയുണ്ടെങ്കിൽ വല്ല പ്രസിദ്ധീകരണങ്ങളിലോ ഇത് പ്രസിദ്ധീകരിക്കണമായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കണ്ടോലും നമ്മൾ കണ്ടിട്ടില്ല. എന്താ അവര് അന്ന് എഴുതിയത്? ഒരു കാലഘട്ടത്തിന്റെ ദുരന്തമായിരുന്ന ചേകനൂർ അബുൽ ഹസൻ മൗലവി ഇട്ടേച്ചു പോയ ആശയമാലിന്യങ്ങളുടെ കൂമ്പാരത്തിലേക്ക് ആളുകളെ കൂട്ടുകയോ അല്ലെങ്കിൽ ആ മാലിന്യമെടുത്ത് ഭക്ഷിച്ചു മസിലിന് പവർ കൂട്ടുകയോ ചെയ്ത കേരളത്തിലെ ഏക ഇസ്ലാഹി പ്രസ്ഥാനമാണ് മടവൂരി പ്രസ്ഥാനം. ചേകനൂരിന്റെ വികലമായ ആശയങ്ങളെ നെഞ്ചേറ്റിയ മടവൂരികൾ ചേകനൂരിസത്തിന്റെ ദല്ലാളുമാരാണ്. ഇങ്ങനെ ഒരുപാട് എഴുതിയിട്ടുണ്ട്, അവർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. ഇങ്ങനെയുള്ള പരസ്പരമായി നോക്കിങ്ങള് മടവൂരികൾ എങ്ങനെ KNM-മായി ഐക്യപ്പെടും? അൽ ഇസ്ലാഹ് മാസിക. കാരണം ഐക്യപ്പെടാൻ പറ്റുന്ന ശാഖാപരമായ സംഘടനാപരമായ തർക്കമല്ല, അടിസ്ഥാനപരമായ വിശ്വാസത്തിലുള്ള ആദർശപരമായ തർക്കങ്ങളാണ്. അതിൽ യോജിപ്പിലെത്തുകയോ തീരുമാനത്തിലെത്തുകയോ ഇല്ലാതെ പുറമേയുള്ള ഈ ഐക്യം, ആദർശത്തിൽ യോജിക്കാതെ മനസ്സ് യോജിക്കാതെ സംഘടനയുള്ള ഈ പുറമേയുള്ള ഐക്യം ജൂതന്റെ ഐക്യമാണ് എന്നാണ് മുജാഹിദിന്റെ ജീവിച്ചിരിക്കുന്ന മറ്റൊരു നേതാവ് ഹുസൈൻ സലഫി തുറന്നു പറയുന്നത്. അദ്ദേഹം പറയട്ടെ, നമുക്ക് എല്ലാവരോടും യോജിക്കാനാണ് പൂതി. പൂതിണ്ടായിട്ട് കാര്യമില്ല. പൂതികളൊക്കെ ഇവിടെ നടക്കുകയാണ്. ഇപ്പൊ ദുന്യാവിടെ നിലക്കൂലല്ലോ. അങ്ങനെ പൂതിണ്ടായിട്ട് കാര്യമുണ്ടോ? ആ മനസ്സിലുള്ള ആശയമൊക്കെ ഉണ്ട്. വിശ്വാസങ്ങളും ആശയങ്ങളും തമ്മിൽ ഒക്കണം. പിന്നെ സംഘടനാപരമായ തർക്കല്ലേ, അത് പറഞ്ഞാ തീരും, ഇത് പറഞ്ഞാ തീരൂലല്ലോ. ഒരു വിഭാഗം പറഞ്ഞത് മറ്റൊരു മുശ്രിക്കാണ് എന്നാണ്, നേരെ തിരിച്ചു വാദിച്ചിട്ടുള്ളത്. എങ്ങനെ ഇത് രണ്ടും യോജിക്കണത്? എല്ലാവരുമായും ഐക്യപ്പെടാനാണ് നമ്മുടെ ആഗ്രഹം. ഐക്യം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മേശക്ക് ചുറ്റും ഇരുന്ന് ചായ കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ച് ബിരിയാണിയും കഴിച്ച് പിരിഞ്ഞു പോയാൽ ഐക്യമാവില്ലല്ലോ. അങ്ങനെ പോയാൽ പള്ളന്നറിയും, ബിരിയാണിയല്ലേ തിന്ന്, ഐക്യാകൂല. ഇങ്ങനെ സുന്നികൾക്കിടയിൽ ഞങ്ങൾ ഒന്നാണെന്ന് വരുത്തി തീർക്കാൻ ഐക്യ സമ്മേളനം നടത്തി ബിരിയാണി തിന്നുപോയാൽ പള്ളതറിയും. വെള്ളം കുടിച്ചിക്കണമെങ്കിൽ ദാഹം മാറും. ആദർശപരമായി യോജിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മടവൂരിന്റെയും KNM-ന്റെയും പ്രവർത്തകരുമായിട്ട് നിങ്ങൾ ഒറ്റക്കൊന്ന് ചോദിച്ചു നോക്കി, നിങ്ങള് അല്ലെങ്കിൽ ഒറ്റക്കൊന്ന് സംസാരിച്ചു നോക്കി. നിങ്ങള് ഈ ഐക്യത്തിന്റെ വിഷയത്തിൽ വളരെ വലിയ ധാർമ്മികമായ പ്രതിരോധത്തിലാണ് അവരുള്ളത്. കാരണം രണ്ടു കൂട്ടരുടെ വിശ്വാസങ്ങൾ 18ഓളം വിഷയങ്ങളിൽ വൈരുദ്ധ്യമാണ്. അത് ജൂതന്റെ ഐക്യമാണ്. ആശയം ഒന്നിക്കാതെ സംഘടന ഒന്നിക്കുന്നത് ജൂതന്മാരുടെ ഐക്യമാണ്. അത് ഖുർആനിൽ അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത്. അത് ജൂതന്റെ ഐക്യമാണ്. ജൂതന്മാർക്കിടയിലുള്ള ഐക്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. കേട്ടില്ലേ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത്? വതഹ്സബുഹും ജമീആ, അവരെ കുറിച്ച് നീ ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കും. വഖുലൂബുഹും ശത്താ, അവരുടെ കൽബുകളൊക്കെ വേറെ വേറെ. അപ്പൊ നാട്ടുകൂടെ കുപ്പായിട്ടെടുക്കണ മുജാഹിദാരെ കണ്ടാൽ നമുക്ക് തോന്നും ഓലൊക്കെ ഒന്നാണ് എന്ന്. അങ്ങനെ ഓരോ ഒന്നല്ല, അവിടെ ഹൃദയങ്ങൾ വ്യത്യസ്തമായ ആദർശങ്ങളെ കൊണ്ടും ആശയങ്ങളെ കൊണ്ടും മലീമസമാണ്. അപ്പൊ ആദർശപരമായി യോജിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കൽബൊന്നിക്കാതെ എന്തൊന്നിക്കലാണോ? അതന്നെ ഞമ്മക്കും ചോദിക്കാനുള്ളത്. അത് മൂപ്പര് ചോദിക്കണോണ്ട് ഞമ്മക്ക് ആ പണിയാണ്ട് കുറഞ്ഞിട്ടിന്ന് മാത്രം.
കൽബിൽ വ്യത്യാസം വരാതെ എന്ത് ഐക്യമാണ്? അതന്നെ നമ്മളും ചോദിക്കുന്നത്. അപ്പൊ കൽബിലുള്ള വിശ്വാസങ്ങളും കൽബിലുള്ള ആചാരങ്ങളും തമ്മിൽ യോജിക്കാതെ സംഘടനാപരമായ ഐക്യം പലതും മറച്ചുവെക്കാനാണ്. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല നേതാക്കന്മാരും പല പ്രവർത്തകന്മാരും വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ അതിരുവിട്ട അമിത വായനയിൽ ഏർപ്പെട്ടു. പലരും ഓരോരുത്തരും പേരെടുത്തു പറഞ്ഞ ആ സമയം കളയുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആദർശങ്ങളിലും ആശയങ്ങളിലും അമിതമായ വായന വായിച്ചു. ചെറിയൊരു ഉദാഹരണം, നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവണ്ടേ? ആവണം. നമ്മൾ യഥാർത്ഥ സുന്നിയാകണ്ടേ? ആകണം. യഥാർത്ഥ സുന്നിയാകണമെങ്കിലോ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഒന്നുപോലും കൊഴിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണം. ആ സുന്നത്തുകൾ മുഴുവനും കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഏതുപോലെ നബി തങ്ങൾ ബസ്സിൽ കയറിയോ? കയറിയിട്ടില്ല. നബി തങ്ങൾ ജീപ്പിൽ കയറിയോ? കയറിയിട്ടില്ല. നബി തങ്ങൾ തീവണ്ടിയിൽ കയറിയോ? കയറിയിട്ടില്ല. ബസ്, തീവണ്ടി, വിമാനം, ജീപ്പ് പോലെയുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യലെന്താ? അത് ബിദ്അത്താണ്. അതെന്തേ കാരണം? നബി അങ്ങനെ കയറിയിട്ടില്ല. അപ്പൊ ഇനി നബി കയറിയ വണ്ടി ഏതാ? ഒട്ടകാണ്. അപ്പൊ നമ്മളെവിടെ കയറണം? ഒട്ടകത്തുമ്മ കയറണം. നമ്മളെ കേരളത്തിൽ ഇപ്പൊ ഒട്ടകത്തുമ്മ കയറാൻ നിർവാഹമുണ്ടോ? മൃഗശാലകളിൽ ഉണ്ടാകും. പൂതി തീരോളം കയറാൻ സഞ്ചരിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ സഞ്ചരിക്കണമെങ്കിൽ എവിടെ പോകണം? ഒട്ടകത്തെ വാഹനമായി അംഗീകരിക്കുന്ന യമനിലേക്കോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യത്തേക്കോ പോകണം. അങ്ങനെ പോയെങ്കില് യഥാർത്ഥ മുസ്ലിമാകൂ എന്ന് നേതാക്കന്മാരിൽ ചിലർ അമിതമായ വായന ഇസ്ലാമിന്റെ പേരിൽ നടത്തിയപ്പോൾ ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കി ചില സാധുക്കൾ ടിക്കറ്റ് എടുത്തു പോയി. കേരളീയ ചരിത്രമെടുത്ത് നോക്കിയാൽ യമനിൽ എല്ലാവരും ഇങ്ങോട്ട് പോകാം. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പാരമ്പര്യം, ശംസുൽ ഉലമന്റെ പാരമ്പര്യം, കേരളത്തിലെ സാദാത്യങ്ങളെ പാരമ്പര്യം ഒക്കെ യമനിൽ ഇങ്ങോട്ട് പോകാൻ നിൽക്കാം. ഇവർ ഇവിടുന്ന് അങ്ങോട്ടാ പിടിയേക്കണേ, യമനിക്ക് അങ്ങോട്ട് പലരും. മാത്രമല്ല, ഓരോരോ വിഷയം എടുത്ത് പരിശോധിച്ചാലും ഇങ്ങനെയുള്ളൊരു അമിതമായ വായന. മാത്രമല്ല, ഡോക്ടർമാരെ സമീപിക്കുന്നത് പോലും ശിർക്കാണെന്ന് മുജാഹിദിന്റെ നേതാക്കന്മാർ പ്രസംഗിക്കണ കാലാണത്. വെറും ദ്വാരക്കണോടത്തും ദിക്റിനോടത്തും തസ്ബീഹ് ചൊല്ലിനോടത്തും ഹദ്ദാദ് ചൊല്ലിനോടത്തും മാത്രം നമ്മൾ നമ്മുടെ അഭിപ്രായ വ്യത്യാസം എന്നാ സാധാരണക്കാർ മനസ്സിലാക്കിയത്. വേണമെങ്കിൽ ഹദ്ദാദ് ഓതിയാ മതി, വേണമെങ്കിൽ ദിക്ർ ചൊല്ലിയാ മതി. അതേപോലെയാണോ അടിസ്ഥാനപരമായ തൗഹീദിന്റെയും ശിർക്കിന്റെയും ദുആഇന്റെയും നിർവചനത്തിൽ പോലും വ്യാപകമായ ക്രമക്കേടുകൾ നടത്തി ഇവർ. വ്യാപകമായ ക്രമക്കേടുകൾ. ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറെ വല്ലാത്ത തലവേദന ഉണ്ട്, അയാൾക്കിന്റെ പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ട്, പ്രസവിക്കാനായിട്ടുണ്ട്, എന്റെ ഭാര്യയുടെ പ്രസവം റാഹത്തായിട്ട് നടക്കണം, നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് ഡോക്ടറോട് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പ്രസംഗിക്കുന്ന മുജാഹിദിന്റെ മൗലവിമാരുള്ള കാലാണത്. ഇങ്ങനെ വന്ന സ്വർഗത്തേക്ക് ആരാണ്ടാകുക? ആരാ സ്വർഗത്തുകൊണ്ടാ? ഞാൻ വെറുതെ ദുരാരോപണം നടത്തിയല്ല. മുജാഹിദിന്റെ വല്ല പ്രവർത്തകരും മാറി നിന്ന് എന്റെ പ്രസംഗം കേൾക്കണമെങ്കിൽ പരിസരത്തുള്ള പോസ്റ്റ് മുറുക്കി പിടിച്ചോളി, തലന്നിവ് കണ്ട. നിങ്ങളുടെ നേതാക്കന്മാര് പ്രസംഗിച്ചതാണത്. പറയട്ടെ നേതാവ്. 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? അത് ഡോക്ടർമാരെ പറ്റിയാണ് ആ ശൈത്താന്മാര് അത് ഒരു തീരുമാനമാക്കിക്കോട്ടെ. അല്ല, നമ്മളതിന്റെ ബാക്കിൽ പോണില്ല. നമ്മളുമായിട്ട് വരുന്നേക്കല്ലേ നമുക്ക് തുറക്കേണ്ടി ഉള്ളൂ. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. അപ്പൊ പണ്ടുള്ള ഒരാൾ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നർത്ഥം. മുൻകാലത്തുള്ള ഒരു ഇമാമോ ഏതെങ്കിലും ഒരു മുഫസ്സിറോ പ്രാമാണികമായ ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങളിലോ ഒരാളും ചോദിക്കാതൊരു ചോദ്യമാണ് ഇപ്പൊ അയാൾക്ക് ചോദിക്കണം. അതുകൊണ്ടാണ് പുതിയൊരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാണ്ടെന്ന് മൂപ്പര് പറയണത്. നമ്മൾ ശിർക്കിനെതിരല്ലേ? ഒരു സംശയം, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളും അതിനെതിരെ തന്നെ നടക്കണം. ഇങ്ങനെ 4 ആൾക്കാർ ശിർക്കിനെതിരും ഞങ്ങൾ ശിർക്ക് ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ട് കച്ചവടം നടത്തണമല്ലോ ഞങ്ങൾ വിചാരിച്ച്. ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രചരണമാണ്. ഒരു 4 ആൾക്കാർ മാത്രം ശിർക്കിനെതിരെ, നമ്മളോ അത് ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനെ കച്ചവടം നടത്തണോല്ലേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന അടിസ്ഥാനപരമായ കലിമത്തു തൗഹീദ് പാരമ്പര്യമായി കേരളീയ മണ്ണിൽ പ്രചരിപ്പിച്ചവരാണ് സമസ്തക്കാർ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. അവസാനത്തെ പ്രവാചകരായ നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുൻഗാമികൾ പറഞ്ഞതോ തന്നെയാണ്, ഞാൻ പറയണതും അത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ സൂറത്തു തൗഹീദ് അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നവരും കൃത്യമായി നിങ്ങളെക്കാളേറെ ഓതി വരുന്നവരുമാണ് സുന്നികൾ. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആളുകളും ശിർക്കിനെതിരെ തന്നെയാണ്. എല്ലാവരും അങ്ങനെ ആകണം എന്നാണ് ഞമ്മക്കും പറയാനുള്ളത്. ശിർക്കെന്ന ദുരാരോപണം അരുത്. ശിർക്കെന്ന ദുരാരോപണം സുന്നികളുടെ മേലിൽ ചാർത്തുന്നത് ഗുരുതരമായ പാകപ്പിഴവാണ് എന്ന് ഒറ്റവാക്കിൽ മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? ഒരു സംശയവുമില്ല. അള്ളാഹ്ക്കൊരു പണി പൂർത്തിയാകണമെങ്കിൽ വേറൊരുത്തന്റെ ഹെൽപ്പ് കൂടി വേണമെന്ന് ഒരുത്തൻ വിശ്വസിച്ചാൽ ഉറപ്പന്നല്ലേ ഇസ്ലാം എന്ന് പുറത്താണ് എന്നുള്ളത്. എന്നാ നിങ്ങൾ പറയാൻ പോണത് അതല്ല, അവിടെ നിങ്ങൾക്ക് പറ്റിയ തകരാറ് പറയട്ടെ എങ്കിൽ എന്റെ വിചാരം മൂപ്പരെ വിചാരാണ് മൂപ്പര് പറയണത്. അങ്ങനെ ഒരു പ്രസംഗിക്കുന്ന ആള് പറയണ്ടേ? ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയത് എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് നാട്ടിൽ കൂടൂലല്ലോ. ഞാനിവിടെ പറയേണ്ടത് ദീൻ ഇങ്ങനെയാണ്, ഖുർആൻ ഇങ്ങനെയാണ്, ഹദീസ് ഇങ്ങനെയാണ്, പ്രാമാണിക രേഖകൾ ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയണ്ടേ? ആയിക്കോട്ടെ. എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി, പോരാ. അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നിങ്ങൾക്കും വിശ്വസിക്കാം, നിങ്ങൾ ഒപ്പമുള്ളവർക്കും വിശ്വസിക്കാം. ഒരു യഥാർത്ഥ മുസ്ലിമിനെ അങ്ങനെ വിശ്വസിക്കുക സാധ്യമല്ല. ഈ ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്റെ പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ട്, എന്റെ പെണ്ണുങ്ങൾ പ്രസവിക്കാനായിട്ടുണ്ട്, ആവശ്യമായ സഹായം എന്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കണേ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്ന, അല്ലാഹു അല്ലാതെ മറ്റൊരാൾ ആരാധിക്കാത്ത മുവഹിദായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ അയാൾ മുശ്രിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ സ്വർഗത്ത് പോകാൻ ആരാളുള്ളത്? അതാ നമ്മൾ പറഞ്ഞത്, അമിതമായ വായന നിങ്ങളിൽ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാൾ പറയാൻ പാടില്ല. ഇച്ചിങ്ങനെ തോന്നിയത് നിങ്ങൾ എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ മതി എന്നാണ് അയാളൊന്ന് വെറുതെ പെടാൻ പാടില്ല. അങ്ങനല്ലല്ലോ പറയേണ്ടത്. ഇന്നതാണ് വിശ്വസിക്കേണ്ടത്, അതാണ് ശരി, ഞാൻ അങ്ങനെ വിശ്വസിക്കേണ്ടത്, നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നല്ലേ പറയേണ്ടത്. ഒരു യഥാർത്ഥ പ്രബോധകം പറയേണ്ടത് അങ്ങനെയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. അത് നിങ്ങൾക്കും നിങ്ങളെ പെണ്ണുങ്ങൾക്കും നിങ്ങളെ പെരയിലും നടക്കും. ഈ നിലക്കുള്ള വ്യാപകമായ ദുരാരോപണങ്ങൾ, വ്യാപകമായ ദുർവ്യാഖ്യാനങ്ങൾ പല വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് നടക്കുന്ന പ്രസംഗങ്ങളിൽ മുഴുവനും പാരമ്പര്യമായ വിശ്വാസം കൊണ്ട് നടക്കുന്ന സുന്നികളെ കുതിര കയറുകയും സുന്നികളെ ഖുറാഫികളായി ചിത്രീകരിക്കുകയും ചെയ്യുക. ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചാൽ 15 ആയത്ത് ഓതുന്ന ആയത്തും ഈ വിഷയം തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ഇങ്ങനെ കുറെ ആയത്ത് കാണാതെ പഠിച്ച്, കുറെ ഹദീസുകൾ കാണാതെ പഠിച്ച് കേൾക്കുന്ന സദസ്സിലുള്ളവരെ മാനസികമായ തൃപ്തിപ്പെടുത്താനുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിവിദൂരമായ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തീർക്കും. നമ്മൾ ഒരിക്കലും സ്വന്തമായ വ്യാഖ്യാനം നടത്താൻ പാടില്ല. എന്നാൽ സത്യത്തിൽ വിശുദ്ധമായ ദീനിലില്ലാത്ത ഖുറാഫത്ത് കൊണ്ടു നടക്കുന്നവർ ഇന്ന് മുജാഹിദുകളാണെന്ന് വ്യക്തമായി പറയാൻ കഴിയും നമുക്ക്. ഇൻഷാ അല്ലാഹ് ഞാൻ വേഗം മറ്റുള്ള വിഷയങ്ങളിലേക്ക് വരാം. ഒരുപാട് വിഷയങ്ങൾ പറയാണ്ട് ഇവിടെ. സത്യത്തിൽ വിശ്വാസകാര്യങ്ങളിൽ യഥാർത്ഥ ഖുറാഫത്ത് കൊണ്ട് നടക്കുന്നവർ മുജാഹിദുകളാണെന്ന് പറയാൻ കഴിയും. വ്യക്തമായ ഭിന്നതയ്ക്ക് ശേഷം, പരസ്പരമുള്ള കടിച്ചുകീറലുകൾക്ക് ശേഷം നാടായ നാടുകളിലും കവലയായ കവലകളിലും ലേഖനങ്ങളിൽ മുഴുവനും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത് പരസ്പരമായ ശിർക്കും കുഫ്റും ആരോപണങ്ങൾ നടത്തി ദുർവ്യാഖ്യാനങ്ങളുടെ പെരുമഴകൾ വർഷിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനം, അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും ഏത് രൂപത്തിൽ അറിയപ്പെട്ടാലും, കേരളത്തിൽ അറിയപ്പെടുന്ന മുജാഹിദിന്റെ പാരമ്പര്യമായ മുജാഹിദുകളായി ജീവിച്ചു പോരുന്ന ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായത്രേ. ഞാൻ ഈ വിഷയത്തിന്റെ വകുപ്പ് ഹർഫ് ഞാൻ കൂട്ടി പറയണില്ല. മുജാഹിദ് പ്രവർത്തകരും എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിഷ്പക്ഷമായിട്ടൊന്ന് കേൾക്കി. മുജാഹിദ് കുടുംബത്തിലെ ഒരാൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായത്രേ. അപ്പൊ അവര് നേരെ കൊണ്ടുപോയത് ജിന്ന് ചികിത്സ നടത്തുന്ന ആളെടുത്താണ്. സുന്യാള് കൊണ്ടായാല് അത് വേറെ ലെവലിലേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാം. കൊണ്ടുപോയിട്ട് ചികിത്സ നടത്തുന്ന ആള് പറഞ്ഞത്രേ ഇയാളെ പള്ളയില് ജിന്ന് കൂടിയിരിക്കണു. സുബ്ഹാനല്ലാഹ്. പള്ളന്റെ ഉള്ളിലുള്ള ജിന്നിനെ പുറത്തിയാടിക്കണം. ഇയാൾ ഖുർആനിന്റെ ആയത്തുകൾ ഓതി നിക്കക്കള്ളില്ലാതെ ജിന്ന് പള്ളന്റെ ഉള്ളത് ഉരുണ്ടിട്ട് മേപ്പെട്ട് വരാൻ തുടങ്ങി.
അങ്ങനെ വന്ന് നെഞ്ചും കഴിഞ്ഞ് കൊല്ലിയിലെത്തിയപ്പോ മന്ത്രിക്കണാക്ക് ഫോണ് വന്നു. അതിന്റെ അതാപാലോചിക്കുന്നത്, മന്ത്രിക്കണാക്ക് ഫോൺ വന്നു. അയാൾ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ജിന്ന് കൊല്ലി കുടുങ്ങി. ഞാൻ പറയല്ല, ഒരു മുജാഹിദ് നേതാവ് മുജാഹിദ് കുടുംബത്തിൽ നടന്നൊരു സംഭവം പറയാം, അയാളത് പറയട്ടെ എന്നിട്ട് എനിക്കൊന്ന് ചോദിക്കാണ്ട്. എന്റെ നാട്ടിലെ പരിസരത്ത് നിന്നാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. വേദനയോടുകൂടെ തന്നെയാണ്. അതിലേറെ വലിയ സങ്കടത്തിലാണ് ഞങ്ങളത് കേൾക്കുന്നത്. കാരണം ഞമ്മക്കതിലും സങ്കടം, കാരണം ഇസ്ലാമായിട്ടൊരു ബന്ധമില്ലാത്ത സംഗതി ഇയാൾ പറയാൻ പോണത്. എന്റെ ഹൃദയം തൊട്ട് മനസ്സ് തൊട്ട് വലിയ വേദനയോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പാരമ്പര്യവും പഴക്കവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലേറെ പറയാനുള്ള ഏറെ പുകൾപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് രോഗിയായ ഒരു വ്യക്തിയെ, ആ രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജിന്നുബാധയാണ് എന്ന കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അഫ്ദലുൽ ഉലമ കഴിഞ്ഞ ഒന്നിലേറെ ആളുകളുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ജിന്ന് ബാധിച്ചതാണ് എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി ഇരുത്തി. കണ്ടോങ്ങള്, പുകൾപ്പെട്ട മുജാഹിദ് കുടുംബത്തിലെ ഇസ്ലാഹി കുടുംബത്തിലെ ഒരാളെ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് കൊണ്ടിരിക്കെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി, അതാണ് പോലും ചികിത്സ നടന്നത്. ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു. ജിന്നാൻ. ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഓത്തിങ്ങനെ കേൾക്കുമ്പോ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ഏതെങ്കിലും ഖുറാഫി കുടുംബത്തിലെ കഥയല്ല ഞാൻ പറയുന്നത്. പിന്നെ ഒഴുത്ത കഥയാണ്. അതുകൂടി പറഞ്ഞാണ് നിങ്ങള്. ഇസ്ലാഹി മരിക്കുന്നത് വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ അമരത്തിരുന്ന ഒരു മഹാവ്യക്തിയുടെ വീട്ടിനകത്ത് നിന്ന് രോഗിയായ ഒരു മനുഷ്യരെ മാന്ത്രികന്റെ അടുത്ത്, മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാണ്. കണ്ടോങ്ങള്, ഒരു ഖുറാഫികൾ എന്നവര് പറഞ്ഞത് നമ്മളെ പറ്റിയാണ്, സുന്നികളെ പറ്റി. ഒരു സുന്നി കുടുംബത്തിലെ കഥയല്ല ഇത്, പുകൾപ്പെട്ട മുജാഹിദ് കുടുംബത്തിൽ നടന്നൊരു കഥയാണ്. രോഗമായപ്പോൾ മന്ത്രവാദികളടുത്ത് കൊണ്ട് ചികിത്സിക്കാൻ പോയി. അങ്ങനെ ഖുർആൻ ഓതിയപ്പോൾ പള്ളന്റെ ഉള്ളിൽ നിന്ന് ജിന്ന് മേപ്പെട്ട് പൊന്തി. അതിങ്ങനെ ഉരുണ്ടു വന്നു. എന്നിട്ട് ചങ്കിലെത്തി. ഈ മുഴ ചങ്കിലെത്തിയ സമയത്ത് ഓതുന്നയാൾക്ക് ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ പുറത്തുപോയി അയാൾ തിരിച്ചു വന്നപ്പോ ഈ മുഴ രോഗിയുടെ ചങ്കിൽ ഉറച്ചു പോയിരിക്കുന്നു. ഇനി അങ്ങോട്ടും നീങ്ങില്ല. തൊള്ളയിലെത്താത്ത അയാളെ ഭാഗ്യം നോക്കിയാണ് നിങ്ങള്. അങ്ങനെ ജിന്നയാൾ തൊണ്ടയിൽ കുടുങ്ങി. ഓതുനാൾക്ക് ഫോൺ വന്നു. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിന്റെ കാലത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ആരുടെങ്കിലും കൊല്ലിയിൽ ജിന്ന് കുടുങ്ങിയ ഒരു ഹദീസ് പറ. ഏതെങ്കിലും സ്വഹാബത്തിന്റെ കാലത്ത് അവരെങ്ങനെ മന്ത്രിച്ചിട്ട് ജിന്ന് പള്ളേന്ന് മേപ്പെട്ട് കയറിയിട്ട് കൊല്ലി കുടുങ്ങിയൊരു കഥ പറ. ഇങ്ങനെയുള്ള ഓരോരോ കഥകൾ കെട്ടി ചമച്ചുണ്ടാക്കി പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി പാരമ്പര്യമായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ വിമർശിക്കുന്നത് മാത്രമല്ല. മുജാഹിദിന്റെ കുടുംബത്തിലെ ഒരാള് സുബീസ്കരിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരികയാണ്. അത്ര വരുമ്പോണ്ട് സ്റ്റെപ്പുമ്പോൾ ഒരു കറുത്ത പൂച്ച. ആൾ ഉറപ്പിച്ചു അത് ജിന്നാണ്. കാരണം അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചേക്കാണ്. ഇയാൾ കുറെ ആട്ടി നോക്കിയിട്ട് ഇത് പോകണില്ല. ഇയാൾ അപ്പുറത്തുകൂടെ ബാധൊക്കെ കൂടെ പേരൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൂക്കെടുത്തു വന്നിട്ട് ഈ പൂച്ചനെ കൊന്നു അത്ര അയാള്. അതും അയാൾ പറയട്ടെ. ഇനി ഓതിയാൽ രോഗി മരണപ്പെട്ടു പോകും. ഇത് വിശ്വാസമാണ്. ഇവർ മുജാഹിദാണ്. എന്താ പറയുക, നമ്മൾ കാട്ടണം നിർവാഹമില്ലല്ലോ. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളിലുള്ള അമിതമായ വായനകളെ കൊണ്ടും ദുർവ്യാഖ്യാനങ്ങളെ കൊണ്ടും എത്തിപ്പെട്ടിട്ടുള്ള ദുർഗതിയെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവരാണ് മുജാഹിദുകൾ എന്നിവർ അവകാശപ്പെടുന്നു. ഇവരല്ലാത്തവരൊന്നും മുജാഹിദുകളല്ല എന്നിവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. പറയണം നാം കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്. ഞങ്ങൾക്കും പറയാനുള്ളതാണ്. ഇങ്ങനെയുള്ള വിശ്വാസത്തിന് അടിസ്ഥാനമായ പ്രമാണം എന്താണെന്ന് പൊതുജനങ്ങളോട് പറയണം. കാരണം പാരമ്പര്യമായി വിശ്വസിച്ചു തോന്ന വിശ്വാസങ്ങളെ ശിർക്കും ബിദ്അത്തും കുഫറുമായി ചിത്രീകരിച്ച് പാവപ്പെട്ട സുന്നികളെ ശിർക്കിന്റെ ദല്ലാളന്മാരായി നാടുനീളെ വ്യാപക പ്രചരണം നടത്തിയവർ സുന്നികളെ പോലും കടത്തിവെട്ടുന്ന രൂപത്തിൽ അവര് പോലും പറയാത്ത വിശ്വസിക്കാത്ത വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന നിങ്ങൾ സമുദായത്തോട് പറയണം, ഇതിന്റെ മാനദണ്ഡം എന്താണ്. ഇങ്ങനെ വിശ്വസിക്കുന്നവർ മുശ്രിക്കീങ്ങൾ എന്നാണ് മറ്റുള്ള വിശ്വാസം. ഇങ്ങനെയുള്ള രണ്ട് വിശ്വാസക്കാർ ഏതടിസ്ഥാനത്തിലാണ് പരസ്പരം യോജിച്ചത്?
അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വസിച്ച വിശ്വാസം ഞങ്ങൾ തിരുത്തിക്കണമെന്ന് പറഞ്ഞു നിങ്ങള് അങ്ങനെ പറ. അപ്പൊ നമ്മളെ വിശദീകരണം മറ്റൊരു രൂപത്തിലായിരിക്കും. ഇതിന്റെ ആധാരം എന്താണ്? ഇതിന്റെ പ്രമാണം എന്താണ്? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? എന്തിന്റെ പേരിലാണ്? ഏത് ആയത്ത് വെച്ചിട്ടാണ്? ഏത് ഹദീസ് വെച്ചിട്ടാണ്? ആര് പറഞ്ഞതാണ്? നബി പറഞ്ഞോ? സഹാബത്ത് പറഞ്ഞോ? താബിഈകൾ പറഞ്ഞോ? ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്? മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളിങ്ങനെ വരിക. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് അയാൾ കയറാൻ സമയത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കറുത്ത പൂച്ച അയാളെ തുറച്ചു നോക്കി. ഒരു കറുത്ത പൂച്ച മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പെരയിൽക്ക് വരുന്ന ഒരാളെ ഒരു കറുത്ത പൂച്ച സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് തുറച്ചു നോക്കി. അയാൾ ഉറച്ചു തീരുമാനിച്ചു അത് ജിന്ന് തന്നെയാണ്. അകത്ത് പോയി എയർ ഗണ്ണെടുത്തു, പുറത്തു വന്നു, പൂച്ചക്ക് ഷൂട്ട് ചെയ്തു. എത്ര പൂച്ചനെ നബി തങ്ങൾ അങ്ങനെ കൊന്നുകണ കണക്കെന്ന് പറഞ്ഞ നിങ്ങൾ? എത്ര പൂച്ചയെ ജിന്നാണെന്ന ധാരണയിൽ സ്വഹാബത്ത് കൊന്നിട്ടുണ്ട്? അതിന്റെ കണക്ക് പറയണമല്ലോ. കാരണം ഖുർആനും ഹദീസും വളച്ചുകെട്ടില്ലാതെ അത് മാത്രം പറയുന്നവർ, അങ്ങനെ മാത്രം ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ എന്നല്ലേ നിങ്ങൾ പറയണത്? ഇങ്ങനെയുള്ള വികലമായ വാദങ്ങളും ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങളും കൊണ്ട് നടന്ന് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഡ്യൂട്ടി ഹോൾസെയിലായും റീറ്റെയിലായും ഏറ്റെടുത്ത കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വളരെ വലിയ അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെറും മരിച്ചോടത്ത് ദ്വാരക്കണോടത്തും മൗലൂദ് ഓതുന്നോടത്തും ഇത് മാത്രാണോ അഭിപ്രായ വ്യത്യാസമുള്ളത്? അതുകൊണ്ട് നമ്മൾക്ക് പറയാനുള്ളത്, ഇതൊക്കെ പാരമ്പര്യമായ വിശ്വാസങ്ങൾ അടിസ്ഥാനപരമായ പ്രമാണബന്ധിതമായി ചെയ്യുന്ന സുന്നികളെ സംബന്ധിച്ചിടത്തോളം ശിർക്കാരോപണം വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് നമ്മക്കറിയില്ലെങ്കിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് പഠിക്കലല്ലേ ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. ഇങ്ങനെയുള്ള വാദഗതികൾ പഴയ കാലത്തെ കേരളത്തിന്റെ മണ്ണിൽ വന്നപ്പോൾ അവരെ പ്രതിരോധിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 രൂപീകൃതമായിട്ടുള്ളത് ഔദ്യോഗികമായി. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാരമ്പര്യമായ വിശ്വാസങ്ങളെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ മഹാനായ ബരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി ബരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള ആ കാലഘട്ടങ്ങളിലെ മഹാന്മാരായ പണ്ഡിതന്മാർ, സാത്വികന്മാരായ പണ്ഡിതന്മാർ, നിറഞ്ഞ വിജ്ഞാനമുള്ള ഉലമാക്കൾ, ഉഖറവിയായ പണ്ഡിതന്മാർ, അനുകരണീയരായവർ, മാതൃകായോഗ്യരായ പണ്ഡിതന്മാർ, പടച്ചോനെ പേടിയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ തങ്ങൾ മൗനം പാലിച്ചാൽ പടച്ചവനോട് മറുപടി പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യമുള്ള പണ്ഡിതന്മാർ അന്ന് രൂപീകരിച്ചതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരു സംഘടനക്ക് മറുസംഘടന എന്ന നിലക്കോ പ്രസിഡന്റും സെക്രട്ടറി ആകാനുള്ള പൂതി നിർന്തരയിൽ കയറിയപ്പോഴോ അതല്ലെങ്കിൽ മറ്റു സാമ്പത്തിക നേട്ടത്തിനോ രൂപീകരിച്ചതല്ല ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അള്ളാന്റെ പരിശുദ്ധമായ ദീന നിലനിർത്താനാണ് ഈ മഹിതമായ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സംഘടന മുന്നോട്ടുള്ള ഈ പാത സുതാര്യമായിരുന്നു എന്നോ സുഖകരമായിരുന്നു എന്നോ നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല. വളരെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും കടന്നു വരുന്ന കള്ളത്വരീഖത്തുകൾ, കള്ളശൈഖന്മാർ, പുതിയ പുതിയ വാദഗതികൾ, ബിദ്അത്തിന്റെ വിവിധങ്ങളായ മുഖങ്ങൾ, വലിയ വലിയ ആളുകൾ ഇത്തരം ബിദ്അത്തിന്റെ ചിന്താഗതികൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആദർശപരമായവരെ പ്രതിരോധിക്കേണ്ട ബാധ്യത ആ കാലഘട്ടങ്ങളിലെ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർക്കുണ്ടായിട്ടുണ്ട്. ആ ഡ്യൂട്ടി കൃത്യമായിട്ട് അവർ നിർവഹിച്ചു പോന്നു. ഇടക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പലരും മാറിപ്പോയിട്ടുണ്ട്. പലരും പോയത് ആരും അറിയാതെ പോയവരുണ്ട്. ഒന്നായിട്ട് കലിയമോണമാര് ഒന്നായിട്ട് കുലുക്കിപ്പോയവരുണ്ട്. മാന്യമായി മാറിപ്പോയി മാന്യതയിൽ ജീവിച്ചവരും സമസ്തയുടെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. 1960 ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്ന വണ്ടൂരിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ സദഖത്തുൽ ഉസ്താദ് അല്ലാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന്റെ പേരിൽ അദ്ദേഹം മാറിപ്പോയിട്ടുണ്ട്. അവിടെ ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ഭാഗം വരുമ്പോൾ സൗകര്യം പോലെ പറയാം. അതിന്റെ ശേഷം 1988-89 കാലഘട്ടം കലുഷിതമായൊരു സാഹചര്യം എന്നെന്ന് പറയുന്നില്ലെങ്കിലും വളരെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർന്നൊരു സാഹചര്യം. കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ്, ശംസുൽ ഉലമ സമസ്തയുടെ സെക്രട്ടറി, ഇവർ രണ്ടുപേരും സമുന്നതന്മാരാണ്.
ഒരാൾക്കും അവരെ പറ്റി രണ്ടഭിപ്രായം പറയാനില്ലാതെ സർവസമ്മതന്മാരായി രണ്ടു മഹാന്മാർ, സമസ്തയുടെ ചരിത്രത്തിലെ ശൈഖൈനിമാരെന്നറിയപ്പെടുന്ന രണ്ടു മഹാന്മാർ ഇതിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് നിന്നപ്പോൾ കേരളീയർ മുഴുവനും സന്തുഷ്ടരായിരുന്നു, ആഹ്ലാദഭരിതരായിരുന്നു, എല്ലാം കൊണ്ടും ധന്യരായിരുന്നു. ആ സമയത്ത് സമസ്തയിൽ നിന്ന് മാറിപ്പോയവർ മറ്റൊരു സംഘടന രൂപീകരിക്കുകയും കേരളത്തിന്റെ മഹല്ലുകളിൽ, മദ്രസകളിൽ, സ്ഥാപനങ്ങളിൽ, വീടുകളിൽ, പണ്ഡിതന്മാർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കി കടന്നുപോയൊരു സാഹചര്യം, വളരെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയൊരു സാഹചര്യം. അന്നത്തെ കഥകളും ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ വെച്ചൊരു സമ്മേളനം നടത്തി സമസ്തയിൽ നിന്ന് മാറിപ്പോയവരുടെ നേതൃത്വത്തിൽ. ആ സമ്മേളനത്തിൽ സമസ്തയെയും സമസ്തയുടെ ആലിമീങ്ങളെയും തങ്ങളാൽ കഴിയുന്ന വിധത്തിലൊക്കെ അവർ പരിഹസിച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ പാടൊന്നും ഇവിടെ പറയാൻ നേരമില്ല. ഏതാണ് മറ്റന്നാള് വഹാബ് സഖാഫ് വരുന്നുണ്ടല്ലോ, അപ്പൊ അയാൾക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് തുടങ്ങിയേക്കുന്നത്. ആ തൃശ്ശൂരിലെ സമ്മേളനത്തിൽ നാളിതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കള്ളക്കഥകളും പുതിയ വ്യാഖ്യാനങ്ങളും ഞാനൊക്കെ അന്തം വിട്ടുപോയി. അന്തം വിടാതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗത്തിൽ പറയാണ്, നമ്മളെ പറ്റി പറയുന്നുണ്ട്, നമ്മളെ സംഘടന ഒരു വക്കീല് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്, വക്കീല് പറഞ്ഞുണ്ടാക്കിയത് നമ്മളെ സംഘടനയല്ല, ഓരോ സമസ്തയാണ്. ഇയാള് പ്രസംഗിക്കുകയാണേ. എന്നാ സ്റ്റേജിലുള്ളവരൊന്നാ നിങ്ങളെ കുപ്പായത്തിലെ മൂല പിടിച്ച് തൂങ്ങിക്കാണ്ട് അങ്ങനല്ല, അത് തിരുത്തണം എന്ന് പറയണ്ടേ. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് അതാണ് വക്കീലുണ്ടാക്കിയ സംഘടന എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് ഇന്നുവരെ തിരുത്തിയതായി നമ്മൾ കേട്ടിട്ടില്ല. തിരുത്തി അത് നിർത്തും, ഇല്ലെങ്കിൽ തിരുത്തണ വരെ അത് പറയും ചെയ്യും. പേരോട് പറയട്ടെ. ഇനി ഇവിടെ ഒരു കാര്യം പറയാണ്ട്, ചിലര് ചിലപ്പോ പറയാറുണ്ട്, ഞാൻ ഇത്ര കാര്യങ്ങളൊന്നും കുറെ കാലമായിട്ട് പരാമർശിക്കാറില്ല. അങ്ങനെ പരാമർശിക്കാൻ നിർവാഹമില്ല, പിന്നെ പരാമർശിക്കല്ലാത്ത കാട്ടണു. കാരണം പരാമർശിക്കാൻ നിർവാഹമില്ല. ആദർശം പറയാനും സമസ്ത പറയാനും നിങ്ങൾ ആരും വരലുണ്ടോ എവിടെയെങ്കിലും? SSFന്റെ ഏതെങ്കിലും പ്രവർത്തകന്മാർ, ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്കൊന്ന് വിളിക്കട്ടെ. ചെറുകോട് മുജാഹിദിന്റെ പരിപാടി നടന്നിട്ടുണ്ട്, വണ്ടൂരിൽ മുജാഹിദിന്റെ പരിപാടി നടന്നിട്ടുണ്ട്. നമുക്കൊരു മുഖാമുഖം സംഘടിപ്പിക്കണം, ഒന്ന് വരുമോന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ട് ഉത്തരവാദപ്പെട്ട മറുഭാഗത്തിന് ഏതെങ്കിലും ഒരാൾ വന്ന് ചന്തി ഉറപ്പിച്ച് ചെയർമേലിരുന്നിട്ട് ഒരു മുഖാമുഖം നടത്തി കാണിക്ക്. നടക്കൂല. ഇവിടെ നിന്ന് അങ്ങോട്ട് കാലം മാറി. എന്നാ തിരിച്ചൊന്ന് ചോദിക്ക്, തിരിച്ചു ചോദിക്ക. അങ്ങനെ ഒരു ചോദ്യം അപ്പന് മറുപടി അപ്പൊ പറഞ്ഞുതരാം. മോനെ തർക്കത്തെ പറ്റെന്താ അദ്ദേഹം പറഞ്ഞത്? ഇനി ഇവിടെ ഒരു കാര്യം പറയാണ്ട്, ചിലര് ചിലപ്പോ പറയാറുണ്ട്, ഞാൻ ഇത്ര കാര്യങ്ങളൊന്നും കുറെ കാലമായിട്ട് പരാമർശിക്കാറില്ല, എന്നാലും നിർബന്ധമായതുകൊണ്ട് പറയാം. കാരണം നമ്മളൊരു വലിയ സമ്മേളനത്തിന് വേണ്ടി പത്രസമ്മേളനം വിളിക്കുമ്പോ പത്രക്കാര് അങ്ങനെ ഒരു കാര്യം ചോദിച്ച് അവരവജ്ഞയോടെ ആ ആളുകൾ പറഞ്ഞ് തള്ളിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അസുഖം മാറിയില്ലല്ലോ എന്നതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സൂചന പറയാൻ. ചിലര് പറയാറുണ്ട്, നമ്മളെ സമസ്ത എന്ന് പറഞ്ഞാൽ അതൊരു വക്കീല്, അദ്ദേഹത്തിന്റെ പേരിപ്പോ ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ പറയണ്ട, നാട്ടുകാർക്ക് മുഴുവൻ അറിയും. നിങ്ങൾക്കത് പറയാൻ കഴിയാത്തോണ്ടല്ല, പക്ഷെ പറയുമ്പോൾ അതിൽ വല്ല ജാള്യത ഉണ്ടോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. ഒരു വക്കീലുണ്ടാക്കിയ വക്കീലിന്റെ പേര് ഞാൻ പറയണില്ല, അരവിന്ദാക്ഷ മേനോനാണ്. അത് നിങ്ങൾ ആരോടും പറയും വേണ്ട. എന്നിട്ട് ഒരു വക്കീല് പറഞ്ഞു തന്നിട്ടുണ്ടായ സമസ്യയാണ് എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാക്കിയ സമസ്ത അത് നമ്മുടേതല്ല, അത് മറുവശത്തിന്റേതാണ് എന്നത് ഇപ്പൊ ഞാൻ തെളിയിക്കാങ്ങള്. ഇയാൾക്ക് ദത്തിന്റെ സോക്കടങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. മറുഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിയാ പറയണത്. നമ്മൾ അനുധാവനം ചെയ്യുന്ന സമസ്ത അത് വക്കീല് പറഞ്ഞു തന്നിട്ടുണ്ടാക്കിയതാണ് എന്നാണ് അയാൾ തൃശ്ശൂർ വെച്ച് പറഞ്ഞത്. എത്ര വലിയ അപകടപരമായ ഒരു വാദമാണിത്. പച്ചക്കളവല്ലേ പറയണത്. ഇത് സത്യമല്ല എന്നുള്ളത് മൂക്കിന്റെ പാലം കീപ്പെട്ടു തൂങ്ങിയ എല്ലാ മലയാളികൾക്കും തിരിയില്ലേ? അപ്പൊ എന്തിന്റെ പേരിലാണ് പറയണത്? തങ്ങളുടെ അനുയായികളിൽ നിന്ന് ഒരാൾ പോലും കൊഴിഞ്ഞു പോകരുത്. കാരണം അതിങ്ങനെ ഓരോരുത്തരത് വെള്ളം കിട്ടാതെ നന കിട്ടാതെ തെങ്ങുമെന്ന് കൊട്ടത്തേങ്ങ വീണമാര് ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് ഓരോരുത്തര്. അവ ഉള്ളവരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തണമല്ലോ എന്ന് കരുതിയിട്ട് പച്ചക്കളവ്. എത്രയോ വേദികളിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ റിസാല നമ്മൾ ആരും മറക്കരുത്, ഈ റിസാല നമ്മൾ മറക്കരുത്. ഇതെന്ന് പുറത്തിറങ്ങിയ താരങ്ങള് 2015 മാർച്ച് മാസം 4-ാം തീയതി പുറത്തിറങ്ങിയ റിസാല.
ഈ റിസാലയുടെ ഒറിജിനൽ കോപ്പിയാണിത്. എത്രയോ വേദികളിൽ ഈ റിസാല വിളിച്ച് നമ്മൾ ചോദിച്ചിട്ട് ഇതിനെ സംബന്ധിച്ച് കാമാസ് മുണ്ടിയിട്ടില്ല. കള്ളുടിയാനോട് വജ്ജോയിച്ച മാതിരി ഒരു തരം പാരുമില്ല അതിനെപ്പറ്റി ചോദിക്കുമ്പോ. എന്താണ് ഈ റിസാലയിലുള്ളത്? ഇതിന്റെ 10 മുതലുള്ള പേജുകളിൽ പൊന്മൾ അബ്ദുൽ ഖാദിർ മുസ്ലിയാരുമായിട്ടുള്ള സുദീർഘമായ അഭിമുഖം. ഈ അഭിമുഖത്തിൽ ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരാണെന്നും ഞങ്ങൾ വക്കീലിനെ സമീപിച്ചിട്ടുണ്ടെന്നും വക്കീല് ഞങ്ങളോട് മറ്റൊരു സംഘടന ഉണ്ടാക്കാൻ പറഞ്ഞു എന്നും പച്ച മലയാളത്തിൽ പൊന്മൾ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എഴുതിയതാണിത്. ഇയാൾ എഴുതിയതാണോ നോണ? അയാൾ പറഞ്ഞതാണോ നോണ? ഏതായാലും ഒന്നും നോണയെന്ന് ഉറപ്പല്ലേ? ഏതായാലും ഒന്നും നോണയെന്ന് ഉറപ്പാണ്. ആർക്കും ഇത് പരിശോധിക്കാവുന്നതാണ്. ഒരുപാട് വായിക്കാനുണ്ട്. ഞാൻ അതിന്റെ പ്രധാന ഭാഗം ഒന്ന് വായിക്കാം. പൊന്മൾ എഴുതാം. ഇറങ്ങിപ്പോന്ന ശേഷം തുടർ നടപടിയെ കുറിച്ച് ആലോചിക്കാൻ വക്കീലിനെ സമീപിച്ചപ്പോൾ 2 മാർഗമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. സമസ്തേന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഞങ്ങൾ വക്കീലിനെ സമീപിച്ചു എന്ന് ഞങ്ങൾ എഴുതിയതല്ലത്, നിങ്ങൾ എഴുതിയതാണ്. അപ്പൊ നിങ്ങളുടെ സംഘടന വക്കീലിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയതാണെന്ന് നിങ്ങളുടെ സെക്രട്ടറിമാരിൽ ഒരാളായ പൊന്മൾ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എഴുതിയതാണിത്. അതുകൊണ്ട് ആ പ്രചരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ആരോപണം സമസ്തയുടെ മേലിൽ വെച്ച് കെട്ടുന്നത് തനി വങ്കത്വമാണ്, കടുത്ത ക്രൂരതയാണ്, അത് ചരിത്രത്തെ വ്യഭിചരിക്കലാണ് എന്ന് മാത്രമാണ് ആ സമയത്ത് പറയാനുള്ളത്. ബാക്കി വഹാബ് സഖാഫി മറ്റന്നാൾ പറഞ്ഞോളും. മാത്രല്ല ആ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ കാര്യങ്ങള്, ഞങ്ങൾ സമസ്തയെന്ന് ഇറങ്ങി പോന്നിട്ടില്ല. ഇയാൾ എന്താ അറിയില്ല, ഞങ്ങൾ ചായ അടിച്ചിട്ട് തന്നെ അയാൾ പ്രസംഗിക്കാൻ പോയത്. നമ്മൾ സമസ്തയെന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ ആ യോഗത്തുനിന്ന് കുറച്ച് മൂലക്കൊക്കെ ഇങ്ങനെ മാറി നിന്നാണ് അതുകൊണ്ട് പുനർസംഘടിപ്പിച്ചു പറയട്ടെ. ആള് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സുന്നികൾ ഐക്യപ്പെടുന്നത് വളരെ നല്ലതാണ്, നല്ല അഭിപ്രായമാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അത് നമ്മൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അത് പറഞ്ഞു കൊടുക്കണം? ഇറങ്ങി പോകണമെന്ന് ആലോചിച്ചൂടെ? ഇനിയോ നിങ്ങൾ അന്ന് ഇറങ്ങി പോയിക്കണമെങ്കിൽ ഈ കൊയമാന്ത്രം ഉണ്ടാവൂ. എന്തിനാ നിങ്ങൾ മാറിപ്പോയത്? ഇവിടെ അഖീദയിൽ തർക്കമുണ്ടോ? ഇവിടെ ഫുറൂഇയായ വിഷയങ്ങളിൽ തർക്കമുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ തർക്കമുണ്ടോ? ഇല്ലല്ലോ. സംഘടനാപരമായ കാര്യലാഭ്യത്തിനും അധികാരമോഹത്തിനും അല്ലേ നിങ്ങൾ സമസ്തയെന്ന് മാറിപ്പോയത്? പിന്നീട് നിങ്ങൾ എന്താരോപണം പറഞ്ഞാലും ശരി, നേതാവാകാനുള്ള അതിയായ ആഗ്രഹം തലയിൽ പിടിച്ചപ്പോഴാണ് ഗുരുവര്യന്മാരെ പോലും ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ മാറിപ്പോയത്. അന്ന് നിങ്ങൾ സംഘടന ഉണ്ടാക്കുമ്പം അന്ന് പ്രസിഡന്റ് ഉള്ളാൽ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കരുമന്തുരുത്തിയിലെ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ശംസുൽ ഉലമ, അവരുടെ ഉസ്താദാണ് കണ്ണിയത്ത് ഉസ്താദ്. 2 തലമുറയിൽ ഉസ്താദ്മാർ പുറത്തുണ്ട്. സെക്രട്ടറിയായി കാന്തപുരം വരുമ്പോൾ മറുഭാഗത്താരുള്ളത് 6 കൊല്ലം പള്ളിയിൽ വെച്ച് ദർസോതി കൊടുത്ത ബഹുമാനപ്പെട്ട KK ഹസ്രത്ത് ഉസ്താദ് ഉണ്ട്. അവരുടെ ഉസ്താദ് ശംസുൽ ഉലമ ഉണ്ട്. അവരുടെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് ഉണ്ട്. 3 തലമുറയുടെ ഗുരുവര്യന്മാർ, സാത്വികന്മാരായ പണ്ഡിതന്മാർ ഇപ്പുറത്തുണ്ടായിരിക്കെ എന്തിനാ മാറിപ്പോയത്? അതവുകേടല്ലേ ചെയ്തത്? അനാദരവല്ലേ ചെയ്തത്? അനീതിയല്ലേ ചെയ്തത്? എന്നിട്ട് മാറിപ്പോയി നാടൊക്കെ മുഴുവനും കുട്ടിച്ചോറായി, മഹല് 2 പ്രശ്നങ്ങളായി. ഇപ്പൊ പറയാ ഐക്യായ കുഴപ്പമില്ല. നല്ലതാണ്, നല്ല അഭിപ്രായമാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അത് നമ്മൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഐക്യപ്പെടുത്തുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാം. പക്ഷെ അപ്പൊ പറയാണ്, അത് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ ഇങ്ങോട്ട് വരണം. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, പഴയതൊക്കെ മൻസൂഖായോ? പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പിരിഞ്ഞു പോയവരെന്നല്ല, പറഞ്ഞിരുന്നത് പുറത്താക്കിയവരെന്നാണ്. പുറത്താക്കിയവർ പിന്നെ ഇങ്ങോട്ട് വരിക, അകത്താക്കണ്ടേ? അപ്പോ പുറത്താക്കി എന്ന് പഴയ കാലത്തുള്ള പത്രങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. അപ്പൊ പുറത്താക്കിയ കക്ഷികൾ പിരിഞ്ഞു പോയവരിങ്ങ് വന്നാ മതി എന്ന് പറയുമ്പോ പുറത്താക്കിയതല്ല എന്ന് ഉറച്ചോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയണം. ഏതെങ്കിലും ഒന്ന്. ഏതാ പുറത്താക്കിയതോ പിരിഞ്ഞു പോയതോ? നമ്മൾ തീരുമാനാക്കുന്നുണ്ട്. ബാക്കി പറഞ്ഞാൽ മതി. മൂപ്പര് മത്തുനും നമ്മൾ സർവ്വമായിട്ടാണ് പോവാ. അവ പുറത്താക്കിയതോ ഇറങ്ങിപ്പോയതോ അദ്ദേഹത്തിന് അത് തീരുമാനാക്കണം എന്നാ പറയണത്. ഞാൻ നേരത്തെ വായിച്ച പുസ്തകത്തിൽ തന്നെ റിസാലയിൽ അതുണ്ട്. എന്താ അതിലുള്ളത് നോക്കി നിങ്ങള്. ഇതിന്റെ 10ാമത്തെ പേജിൽ കാണാം, മുശാവറയിലെ ഇറങ്ങിപ്പോക്കിന് ശേഷമാണ് ഞാൻ കേന്ദ്ര മുശാവറയിൽ വരുന്നത്. പൊന്മൾ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എഴുതിയത്. നിങ്ങൾ ഈ വിശുദ്ധമായ സംഘടനയിൽ നിന്ന്, ഔലിയാക്കന്മാരുടെ സംഘടനയിൽ നിന്ന്, പരിശുദ്ധമായ പൊരുത്തമുള്ള സംഘടനയിൽ നിന്ന് കുരുത്തക്കേട് വാങ്ങിയിട്ട് ഇറങ്ങിപ്പോയവരാണ് നിങ്ങൾ. മാത്രല്ല, മോനെ വരട്ടെ, ചെറിയ പി വരട്ടെ,
കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ എങ്ങനെ പോയതാന്ന് തീരുമാനാക്കണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ അത് തീരുമാനാക്കി തരാം. തൃശ്ശൂരിലെ സമ്മേളനത്തിൽ വലിയ കോളായിട്ട് ഇയാൾ പറഞ്ഞതാണിത്. ഉള്ളാൾ തങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ 1ാമത്തെ ആണ്ടുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് വെച്ചൊരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ നബിനയില് എന്താ പറയാ ലൈഫ് ഒന്നും ഉണ്ടാവില്ല. അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പറയട്ടെ അദ്ദേഹം. കഴിഞ്ഞുപോയ പ്രസിഡന്റുമാർ സമുദായത്തിൽ വളരെയേറെ ആദരണീയരും മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നവരും, അവരൊരു വാക്ക് പറഞ്ഞാൽ മുജാഹിദോ ജമാഅത്തോ മാറി നിൽക്കുന്നുണ്ടാകും. ബാക്കി മുഴുവൻ മുസ്ലിമീങ്ങളും അതിനെ പരിപൂർണമായി സ്വാഗതം ചെയ്യുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്, അഭിപ്രായ വ്യത്യാസമില്ലാതെ. അപ്പൊ സമസ്തയുടെ മുൻകാല പ്രസിഡന്റുമാർ അനുകരണീയരാണ്, ആദരവർഹിക്കുന്നവരാണ്, മാതൃകായോഗ്യരാണ്. അങ്ങനെ അദ്ദേഹം പറയണത്. മുൻകാലത്തെ പ്രസിഡന്റുമാരൊക്കെ അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ആ പറഞ്ഞത് ആ ഒരു ചുറ്റുപാടായിരുന്നു കഴിഞ്ഞ പ്രസിഡന്റുമാരിൽ മുഴുവനും ഉണ്ടായിരുന്നതാ, ഒരു തർക്കമില്ല. അപ്പൊ സമസ്തയുടെ പഴയ പ്രസിഡന്റുമാർ മുഴുവനും ആദരിക്കപ്പെടുന്ന ആളുകളായിരുന്നു. ഉള്ളാൾ തങ്ങളുടെ സ്ഥിതി അതല്ല. മുൻകാല പ്രസിഡന്റുമാർ മുഴുവനും ആദരണീയരായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഉള്ളാൾ തങ്ങളുടെ സ്ഥിതി അതല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആദരവുണ്ടായിരുന്നില്ല എന്നല്ല ഇതിനർത്ഥം. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെ തിരിഞ്ഞൊന്നും എനിക്കറിയില്ല. ഉള്ളാൾ തങ്ങളുടെ സ്ഥിതി അതല്ല. എന്നാ അപ്പൊ മൂപ്പരുടെ സ്ഥിതി എന്താ നിങ്ങളൊന്ന് പറഞ്ഞാട്ടി കാണി. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങള് 5 ആളുകളുമായിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ സമസ്തയുടെ പ്രവർത്തനം 40 മുശാവറ മെമ്പർമാരെ കൊണ്ടാ തുടങ്ങിയത്. 40 മുശാവറ മെമ്പർമാരെ കൊണ്ടാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ സംഘടന സ്ഥാപിച്ചത്. ആ 5 ആളുകളും തങ്ങളടക്കം 6 ആളുകളെ കൊണ്ടല്ല തുടങ്ങിയത്. എന്നിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് സത്യത്തില് മഹാനായ തങ്ങള് ഇറങ്ങിപ്പോരുമ്പോ, അപ്പൊ സത്യത്തിൽ തങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ വ്യക്തമായി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ മലപ്പുറത്ത് വെച്ച് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു തങ്ങൾ ഇറങ്ങിപ്പോന്നതാണ്. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചോദിച്ചത് എങ്ങനെ നിങ്ങൾ തീരുമാനാക്കി തരണം. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ധിക്കരിച്ചുകൊണ്ട് സമസ്തയുടെ ഉലമാക്കളെ കുതിര കയറി നിങ്ങൾ ഇറങ്ങിപ്പോയതാണെന്നാണ് ഈ റിസാലയിൽ എഴുതിയത്. അങ്ങനെ തങ്ങൾ ഇറങ്ങിപ്പോന്നു എന്നാണ് ചെറിയ AP പറഞ്ഞത്. ഞാൻ ചർച്ച അവിടെ നിൽക്കട്ടെ, പേരോട് വരട്ടെ. അപ്പോ എങ്ങനെ പോയി എന്നുള്ളത് തീരുമാനാക്കി തരണം എന്ന് ബാക്കി അദ്ദേഹം പറയട്ടെ. സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതാ പുറത്താക്കിയതോ പിരിഞ്ഞു പോയതോ? പിരിഞ്ഞു പോയവര് തിരിച്ചു വന്നാൽ പ്രശ്നം കഴിഞ്ഞു എന്നാ പറയുന്നു. എന്നാ പിന്നെ പിരിഞ്ഞു പോയതോ പുറത്താക്കിയതോ അതൊന്നും ആദ്യം പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പിരിഞ്ഞു പോയതാങ്ങള്, ഇറങ്ങിപ്പോയതാങ്ങള്. അതുകൊണ്ട് അന്തം വെച്ച് ബോധം വെച്ച് എന്ന് നിങ്ങൾ തിരിച്ചു വരുന്നോ അന്ന് നിങ്ങൾ സമസ്തയിൽ നിങ്ങൾക്ക് മെമ്പറാകാം. അതല്ലാതെ പിരിഞ്ഞു പോയതിനു ശേഷം കൊമ്പിന് കാതിലുണ്ടെന്ന് വിചാരിച്ചിട്ട് തള്ളന്മാരും കൊമ്പിന് അങ്ങോട്ട് പോകാൻ പാടില്ലല്ലോ. അതൊന്നും ആദ്യം തീരുമാനാകണം. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ, ഇനി പുറത്തു പോയവർ തിരിച്ചു വരണമെന്നാ പറയുന്നെങ്കിൽ പുറത്തു പോയിട്ടില്ല വാസ്തവത്തിൽ. പിന്നെന്താ ചെയ്തത്? എന്താ ചെയ്തെന്ന് പറഞ്ഞാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പുറത്തു പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തത് നിങ്ങള് പറയട്ടെ. ചെയ്തത് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് ജനറൽ ബോഡി വിളിക്കുകയാണ് ചെയ്തത്. പുറത്തു പോയത് സമസ്തയിൽ തന്നെ നിന്നുകൊണ്ട് സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചു, സമസ്തയുടെ സംഘടന പുനഃസംഘടിപ്പിച്ചു. കണ്ടോങ്ങള് കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ സെക്രട്ടറിയുമായ സംഘടന നിലനിൽക്കെ, ബഹുമാന്യരായ മഹാന്മാരെ പണ്ഡിതന്മാർ മുസാഫറിൽ നിലനിൽക്കെ മാറിപ്പോയി മറ്റൊരു സംഘടന ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ ധിക്കാരം, അതിലേറെ വലിയ ആദർശ വ്യതിയാനം പിന്നെ ഏതാണുള്ളത്. എന്നിട്ട് പറയാണ് ഓലൊക്കെ ഞങ്ങൾ തീക്ക് പൊളിച്ച് ഇനി ഓല് വന്നില്ല. എങ്ങനെയുണ്ട് ഇയാള് പറയാ? അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിരുന്നാണ്ട് ഞങ്ങൾ ആറാൾക്കാര് മാറിയിരുന്നാണ്ട് ഓലൊക്കെ ഞങ്ങൾ തീക്കോട്ട് വിളിച്ചു. ആരെ? കണ്ണിയത്ത് ഉസ്താദിനെ, ശംസുൽ ഉലമനെ, ഈ പറയപ്പെട്ട സാത്വികന്മാരെ പണ്ഡിതന്മാരെയൊക്കെ ഓല് ഇങ്ങോട്ട് വിളിച്ചു. ഓല് വന്നില്ല, ഞങ്ങൾ തെത്താ കാട്ടണോ? ഇയാള് പറയണേ. പറയട്ടെ. തന്നെയല്ലേ ചെയ്യേണ്ടത്? ഇതിനല്ലേ സൊസൈറ്റീസ് ആക്ട് പ്രകാരം അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിക്കുന്ന മീറ്റിംഗിൽ എല്ലാരെയും വിളിച്ചിരുന്നല്ലോ. വരാത്തതിന് ഉത്തരവാദി ആരാ? വരാത്തവരല്ലേ. കണ്ടോ ഇയാള് പറയണത്?
ഞങ്ങളങ്ങനെ 6 ആള് കൂടി കണ്ട 40 അംഗ മുശാവറയുള്ള സംഘടനയെ ഞങ്ങൾ 6 ആള് കൂടി പുനർസംഘടിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ അയക്ക് ഓല വിളിച്ചിട്ട് ഓല വന്നില്ല. ഇജാതി അന്തള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വികലമായ വാദങ്ങൾ. ഈ മനുഷ്യനൊക്കെ കുറച്ച് അന്തണ്ടെന്ന് നമ്മളൊക്കെ കരുതിയിരിക്കുന്നത്. ഇജുപൂജാരെ കൂടെ കൂട്ടിയ പൊക്കപ്പാട ചക്ക കൂട്ടാൻ വെച്ചായില്ല, ഒരു ഒറ്റൊന്നും അന്തല്ലാതായി. നോക്കിങ്ങള് ഈ രൂപത്തിൽ അന്നം തിന്നുന്നവർക്ക് ചിന്തിച്ചാൽ പോലും അന്തമുടുന്ന വികലമായ വാദങ്ങളാണ് തൃശ്ശൂരിലെ സമ്മേളനത്തിൽ വെച്ച് ഇവര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കൂട്ടത്തിൽ മറ്റന്നാൾ ഇവിടെ വരാൻ പോണ വഹാബ് സഖാഫി പറയാണ്, ഞങ്ങള് സമസ്തക്കെതിരെ ആര് ഞങ്ങളെ കൂടെ കൂടിയാലും ഞങ്ങൾ ഓലെ സ്വീകരിക്കും. അത് ഞങ്ങൾക്ക് ഇനി നരേന്ദ്രമോദി ആയാലും വേണ്ടില്ല, പിണറായി ആയാലും വേണ്ടില്ല, അബൂജഹലിനെ ഞങ്ങൾക്ക് കൂടെ കൂട്ടിയാലും വേണ്ടില്ല, സമസ്തക്കെതിരെ ഞങ്ങൾ രംഗത്തുണ്ടാകും. അപ്പൊ അബൂജഹൽ എന്ന് പറഞ്ഞ് വെച്ച് തോന്നിയത് സംസ്ഥാനക്കാരെ പറ്റിയിട്ടാണോ എന്ന്. കാരണം ഈ കാലം വരെ ഓല് കൂടെ കൂടിയിട്ടില്ലേ, ഇനി ഓലെ കൂട്ടിയിട്ടാണെങ്കിലും വേണ്ടിയില്ല ഞങ്ങൾ ഞങ്ങൾക്കെതിരെ വരും എന്നാണ് അബൂ സഖാഫി പറയുന്നത്. അയാളെ ഭാഗം ഒന്ന് പറയട്ടെ, വിശദീകരണം മറ്റന്നാൾ അയാൾ പറയും. നാട്ടുകാരൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ കൂടിത്തരും. അതേ സമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ വായ മാത്രം ഓടിക്കെട്ടാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അതിന് ഞങ്ങൾക്ക് നരേന്ദ്രമോദി സ്വീകാര്യാണ്, അതിന് ഞങ്ങൾക്ക് പിണറായി വിജയനും സ്വീകാര്യനാണ്, അതിന് ഞങ്ങൾക്ക് അബൂജഹലിനെ കിട്ടിയാൽ ഞങ്ങൾക്ക് അതും സ്വീകാര്യാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് കണ്ടങ്ങള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കെതിരെ രംഗത്ത് വരാൻ ആരെ കിട്ടിയാലും ഞങ്ങളുടെ കൂടെ കൂട്ടുന്നാണ് അയാൾ പറയണത്. അത് നരേന്ദ്രമോദി ആയാലും വേണ്ടിയില്ല, പിണറായി ആയാലും വേണ്ടിയില്ല, സാക്ഷാൽ അബൂജഹലിനെ ഞങ്ങൾക്ക് കൂടെ പ്രവർത്തിക്കാൻ കിട്ടുമെങ്കിൽ അബൂജഹലിന്റെ തോളത്ത് കൈവച്ചിട്ടാലും വേണ്ടിയില്ല, സമസ്തക്കെതിരെ ഞങ്ങൾ രംഗത്ത് വരും. അപ്പൊ ഇവലെ വിചാരം എന്താണ് എന്നുള്ളത് ഇപ്പറഞ്ഞത് നമ്മളൊന്ന് ഊഹിച്ചെടുക്കേണ്ടതാണ്. നന്മയോ മസ്ലഹത്തോ അവരുടെ ഉദ്ദേശമല്ല. നാടുകളിൽ കലക്കുണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതിനിടക്കാണ് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട സംസ്ഥാന നേതാവ് ജനാബ് നജീബ് മൗലവി, അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മളാരും വ്യക്തിപരമായി ഇവിടെ വിമർശിക്കണില്ല. പക്ഷേ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന മഹിതമായ പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കെതിരെ കള്ള ആരോപണവുമായി ആര് വന്നാലും മുഖം നോക്കാതെ പ്രതികരിക്കാനുള്ള ആർജവമുള്ള സംഘടനയാണ് SKSSF-ഉം അതിന്റെ മറ്റു കീഴ്ഘടകങ്ങളും. അവിടെ നമ്മൾ മുഖം നോക്കാറില്ല. അമ്മായി അളിയങ്കാക്ക വിഷയല്ല, തിരിനോനും തിരിയാത്തോനും ഇവിടെ വിഷയല്ല, പറയണോനും പറയാത്തോനും ഇവിടെ വിഷയല്ല. സമസ്ത എന്ന മാതൃകാ സംഘടനക്കെതിരെ വരുമ്പോ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം നമുക്കുണ്ട്. സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ബേജാറും ഈ സമുദായത്തെ കലക്കിയിട്ട് ആ കലക്ക് വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാന്നാ പണ്ട് പറയല്. മീൻ ഏതായാലും മൂപ്പർക്ക് കിട്ടൂല, എന്തെങ്കിലും പൊന്തിയല്ല, പൊന്തി വരുന്നത് പിടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് നജീബ് മൗലവിക്കുള്ളത്. ഈ തവളാട്ടിൽ പൊന്തിയാലും വേണ്ടില്ല, അത് പിടിച്ചിട്ടെങ്കിലും ഉള്ളോണ്ട് സായുജ്യം അടയാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിന്റെ അടയാളമാണ് നമ്മള് ഈ വിഷയങ്ങളൊന്നും ഞങ്ങൾ പറയാറില്ല. കാരണം അതിന്റെ ആവശ്യം ഉണ്ടായിട്ട് അങ്ങനെ ആവശ്യം ഉണ്ടാവാറില്ല. സത്യത്തിൽ പേജു മൗലവി ഒരു പ്രസംഗത്തിൽ പറയാണ്, നമ്മള് ശംസുൽ ഉലമക്കെതിരെ നമ്മള് പിന്നെ എന്താ പറയാ കൗണ്ടർ ചെയ്ത്, നമ്മൾ ശംസുൽ ഉലമയൊക്കെ കൗണ്ടർ ചെയ്ത്, അത് EK സംബന്ധിച്ചാ പറയണത്, ശംസുൽ ഉലമയെ സംബന്ധിച്ച് അവരുടെ ഭാഷയിൽ EKയൊക്കെ കൗണ്ടർ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കലില്ലേ. സമസ്തയുടെ മുശാവറയിൽ ലൗഡ് സ്പീക്കർ സംബന്ധമായ വിഷയം വന്നപ്പോൾ മറ്റുള്ളവരെ കടിച്ചമർത്തിയിട്ട് EKയുടെ ഏകാംഗ തീരുമാനമായിരുന്നു. നോക്കിയാ നിങ്ങള്, ഇതൊരു ഗുണ്ടായിസം പോലെ സമസ്തയെ പരിചയപ്പെടുത്താണ്. നജീബ് മൗലവിന്റെ വാക്കൊന്ന് കേൾക്കിങ്ങള്. 66കളിലാണ് സമസ്തന്റെ പ്രസിഡന്റ് ആണിത്. ഷെയ്ഖുന പ്രസിഡന്റ് ആണിന്റെ ഒരു 10-14 കൊല്ലം മുമ്പ് സമസ്തന്റെ ജനറൽ സെക്രട്ടറിയാണ് EK അബൂബക്കർ മുസ്ലിയാർ. എന്താ അദ്ദേഹം പറയണത്? ബഹുമാനപ്പെട്ട വണ്ടൂരിലെ മഹാനവറുകൾ സമസ്തയുടെ പ്രസിഡന്റ് ആകണേന് കൊല്ലങ്ങൾക്ക് മുമ്പ് ശംസുൽ ഉലമ സമസ്തയുടെ സെക്രട്ടറിയാണ്. ആ EK അബൂബക്കർ മുസ്ലിയാരെ കൗണ്ടർ ചെയ്തിട്ട് പ്രസംഗിക്കാറില്ലേ നമ്മള്? ഉണ്ടല്ലേ? അതുള്ള വിവരം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത്. അങ്ങനത്തെ ഒരു അബദ്ധം പോട്ടെ, മഹാവിപത്ത് നിങ്ങളിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത്. ഓലൊക്കെ നിങ്ങൾ ആദരിച്ചിരുന്നു എന്നും ബഹുമാനിച്ചിരുന്നു എന്നാണ് നമ്മൾ കരുതിയത്. ഇപ്പോഴല്ലേ തനി നിറം പുറത്തു വന്നത്. മോനാബാൻ കുറച്ചു വരട്ടെ. ആ EK അബൂബക്കർ മുസ്ലിയാരെ കൗണ്ടർ ചെയ്തിട്ട് പ്രസംഗിക്കാറില്ലേ നമ്മള്? ഇല്ലേ? ആ പ്രസംഗിക്കാറില്ലേ? സ്പീക്കർ പാസാക്കിയ അയാളെ പണിയല്ലേ? അല്ല, സ്പീക്കറിന്റെ വിഷയം പാസാക്കിയത് അയാളെ പണിയല്ല.
സമസ്തയുടെ മുശാവറയിലേക്ക് വിഷയത്തിൽ ചോദ്യം വന്നു. ഖുത്ബ അടക്കമുള്ള ഇബാദത്തുകൾക്ക് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാമോ എന്ന ചോദ്യം സമസ്ത എന്ന മുശാവറയിലേക്ക് ചോദ്യം വന്നു. സമസ്തയിലെ മുശാവറയിലെ പണ്ഡിതന്മാർ ഇവിഷേകമായി പഠിച്ചു, ചർവിത ചർവണം നടത്തി. 39 ആളുകളും ഒന്നിച്ച് തീരുമാനമെടുത്തു. ഖുത്ബ അടക്കമുള്ള ഇബാദത്തുകൾക്ക് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിന് തകരാറില്ല. അന്ന് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന വണ്ടൂരിലെ മഹാനവറുകൾ എന്ന് പറഞ്ഞത്, സമസ്തയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു, വ്യക്തിപരമായി വിയോജിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം സ്വന്തം ലെറ്റർ ബേഡിൽ രാജി എഴുതി പോയത്. ഇതിനെ കോട്ടിമാറ്റി വക്രീകരിച്ച് ശംസുൽ ഉലമയുടെ ഏകാംഗ തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞ് സമസ്തയെ കരിവാരിത്തേക്കാനുള്ള പ്രവർത്തനമാണ് നജീബ് മൗലവി വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നിക്കാറില്ലേ? സ്പീക്കർ വാസയ്ക്ക് അയാളൊരു പണിയല്ലേ? അത് നമ്മൾ കൗണ്ടർ ചെയ്തതിൽ സംസാരിക്കാറുള്ളത്. അയാളൊരൊറ്റ മനുഷ്യന്റെ പണിയല്ലേ ലൗഡ് സ്പീക്കറിലൂടെയുള്ള ഖുതുബ ജായിസാണ് എന്ന് പാസാക്കല്. അന്ന് കൗണ്ടർ ചെയ്ത് സംസാരിക്കുന്ന നമുക്ക് അന്ന് ശംസുലമിനെ കൗണ്ടർ ചെയ്ത് പ്രസംഗിക്കാൻ നമുക്ക് ദത്ത് ചെറുശേരിസ്താവ് നാം മൂപ്പര് പറയണേ. ആദർശപരമായിട്ട് ഇവരൊക്കെ വെറുതെ വിടാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങള് എത്ര വലിയ അപകടമാണത്. ഈ മനുഷ്യനാണ് നാട് മുഴുവനും വിദ്യാഭ്യാസ ബോർഡിനെതിരെ, ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ക്ഷേമനിധിക്കെതിരെ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ MSR അടക്കമുള്ള ഇതിന്റെ സംവിധാനങ്ങൾക്കെതിരെ രംഗത്ത് വന്നത്. ആരെ കിട്ടിയാലും ലാഭമാണ്. അവ ഏപ്പിക്കാരിങ്ങ തെരഞ്ഞെടുക്കുക, ആരെങ്കിലും കിട്ടുമെന്ന് എഴുതിയിട്ട് അപ്പൊ ബൈക്കലി ആളെ കിട്ടിയെടുത്ത് രണ്ടു കൂട്ടരും വിടാതെ നിൽക്കുക. അപ്പം വിടരുത്, നിങ്ങൾ രണ്ടു കൂട്ടരും പിടിച്ചു നിൽക്കണം നമുക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും ഒരേ വാദമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വികലമായ വാദങ്ങളും സമസ്തക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ക്രൂരമായ ദുരാരോപണങ്ങളും സമയച്ചുരുക്കം കൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകാൻ അദ്ദേഹം പറയട്ടെ. വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ നിറം നോക്കണം? ഓരോരോ പണ്ഡിതനും ഓരോരോ മതസേവകനും ഏത് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോഴിക്കോട്ട് രൂപീകരിച്ച് ഓഫീസ് നടത്തുന്ന സംഘടനക്കാണോ? ആരെ അങ്ങനെ പറഞ്ഞു? നിങ്ങളോട് അങ്ങനെ പറഞ്ഞു? ഏതെങ്കിലും ആളുകൾക്ക് ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കണമെങ്കിൽ കോഴിക്കോട്ടത്തെ ഓഫീസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നിങ്ങളോട് ആരെയാ പറഞ്ഞത്? അങ്ങനെ ഒരു വാദം ഇവിടെ ആർക്കൂല. അത് നിങ്ങളിങ്ങനെ വെറുതെ ആളുകളെ ഇളക്കി വിടാൻ വേണ്ടി നടത്തുന്ന ദുരാരോപണങ്ങളാണ്. കോഴിക്കോട് കേന്ദ്രമായി ഓഫീസുള്ള ഒരു സംഘടനക്കാണോ നാട്ടിലെ പള്ളികളിൽ നടക്കുന്ന മുഅല്ലിമീങ്ങൾ ആരാണ്, മുദരിസുമാരാരാണ്, താലിമാരാരാണ്, ഖത്തീബുമാരാരാണ് നോക്കേണ്ട അധികാരം? അങ്ങനെ ഞങ്ങൾ പോകലില്ല, നോക്കാൻ പോകലില്ല. ഞങ്ങൾ വണ്ടൂർക്ക് വന്നീനോ അവിടെ ആരാന്ന് നിയമിക്കണ്ടേ നോക്കാൻ? ഇവിടെ പരിസര പ്രദേശങ്ങൾക്ക് ഒരുപാട് പള്ളിയില്ലേ? ഏതെങ്കിലും പള്ളികൾക്ക് ഞങ്ങളെ പ്രതിനിധികൾ വന്നീനോ അവിടെ നോക്കാൻ? പക്ഷേ സമസ്തയെ അനുധാവനം ചെയ്യുന്ന, സമസ്തയെ പ്രതിനിധീകരിക്കുന്ന, സമസ്തയെ നേതൃത്വമേൽപ്പിച്ച മഹല്ലുകളിലും സ്ഥാപനങ്ങളും ഇവിഷയത്തിൽ സമസ്ത ഇടപെടും. അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. ഞങ്ങൾ വലിയ മഹല്ല് ശിഥിലീകരണം ഉണ്ടാകാൻ പാടില്ല, മഹല്ലിൽ വലിയ ഐക്യണ്ടാണെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ? ഞങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങള് ചെറുകോടും പരിസര പ്രദേശങ്ങളിലും നിങ്ങൾക്ക് ആധിപത്യമുള്ള മഹല്ലില്ലേ? ഏതെങ്കിലും മഹല്ലിലെ കമ്മിറ്റി നിങ്ങൾ സമസ്തക്കാരെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും നിങ്ങൾക്ക് ആധിപത്യമുള്ള മഹല്ലിലെ കമ്മിറ്റിയിൽ സമസ്തയുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ടോ? പ്രസിഡന്റായിട്ട് പോട്ടെ, സെക്രട്ടറി ആയിട്ട് പോട്ടെ, ജോയിന്റ് സെക്രട്ടറി ആയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ആ മഹല്ലുകളിൽ നിങ്ങൾ ഗുണ്ടായിസ നടത്തുകയെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളൊന്ന് മറുപടി പറയും. അപ്പൊ അതൊന്നും നിലനിൽക്കണതല്ല. ഇതിങ്ങനെ പെറ്റ പെണ്ണ് തിന്നണത് കാണുമ്പോ മച്ചിക്ക് ഇങ്ങനെ ഈറ പിടിച്ചാണ്. മച്ചി പെറ്റ പെണ്ണ് തിന്നുന്നത് കാണുമ്പോ മച്ചി കലമുടച്ചിട്ട് കാര്യമില്ല, പെറാൻ വല്ല മാർഗമുണ്ടോ നോക്കണം. എന്നാ ഈ മച്ചിക്കും തിന്ന. സമസ്തയുടെ നേതൃത്വത്തോട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അനുഭാവം പ്രകടിപ്പിക്കുമ്പോൾ അതിന് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യമുള്ളത്? ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടാൻ വല്ല മാർഗമുണ്ടോ നോക്കല്ലേ വേണ്ടത്. എന്നിട്ട് അവരുടെ ചൊൽപ്പടിക്ക് കീഴുന്നവരെ മാത്രമാക്കാൻ പറ്റുള്ളൂ. ഭരണസമിതിയിൽ പങ്കൊന്നുമില്ലേ? നാട്ടുകാർക്ക് ഇതിൽ അധികാരമൊന്നുമില്ലേ? അതെന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഓർക്കണം. നാട്ടുകാരെന്നിട്ട് ആരും ഓർത്തില്ല. അവിടെ വിഷയം ഒരു കുട്ടി വിഷയത്തിൽ ഓർത്തില്ല. ഇയാളെന്താ പറഞ്ഞാൽ നിങ്ങള് നമ്മളുണ്ടാക്കിയ പള്ളി, നമ്മളുണ്ടാക്കിയ മദ്രസ, ഇതിന് ഞമ്മക്ക് അധികാരമൊന്നുമില്ല, നിങ്ങൾ ഓർക്കണമെന്ന് ആരും ഓർക്കണു? അതിലേറെ വലിയ ആനാൾ മുമ്പ് കുറെ വന്നീനി, ഒരുപാട് കുളിയണ്ടന്മാര് വന്നീനി.
ഇവരൊക്കെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ ഈ മഹിതമായ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീരൊരു അവകാശമൊന്നുമില്ല, നമ്മളിൽ നിന്ന് നടത്തുന്നത് സമസ്തം ഒന്നും തരുന്നില്ല, ഒരു പൈസ തരുന്നില്ലല്ലോ, അങ്ങോട്ട് തിരിച്ചുകൊണ്ടുപോകല്ലാതെ. ഏത് സമ്മേളനം നടത്തിയാലും എന്ത് നടത്തിയാലും എന്തിനും പിരിവാ, ലക്ഷക്കണക്കിന് രൂപ, 5 ലക്ഷം 10 ലക്ഷം കുട്ടികളാണല്ലോ. നോക്കിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കുരുട്ട് ബുദ്ധി നോക്കിയാണ് നിങ്ങൾ, സമസ്തയിൽ 5 ലക്ഷം 10 ലക്ഷം കുട്ടികളാണോലോ എന്ന്. അതിനൊക്കെ എന്താണ് എന്നെ പറയുന്നത്, മലയാളം എനിക്ക് കിട്ടുന്നില്ല. ആണോലോ എന്ന് പറഞ്ഞാൽ അതില്ല എന്നിട്ടുണ്ട് എന്ന് പറയാണെന്നല്ല പറയുന്ന അർത്ഥം. ഇന്ന് 5ഉം 10ഉം അല്ല 12 ലക്ഷത്തിലധികം കുട്ടികളുണ്ട്. അത് പറയാൻ തന്നെ നിങ്ങൾക്ക് കഴിച്ചണില്ല. കാരണം അവനാണ് മദ്രസയിൽ കുട്ടികളും വേണ്ടേ. അപ്പൊ ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നുമ്പം അസൂയ ഉണ്ടാകണം സ്വാഭാവികമാണ്. ഒരു കുട്ടി 5 റുപ്യ 10 റുപ്യ വാങ്ങിയാൽ ലക്ഷം കിട്ടണമെന്ന് കൂട്ടണങ്ങള്, അത് ഞങ്ങൾ മര്യാദ കൂട്ടണുണ്ട്, എന്നെ കണക്ക് പറയേണ്ടടുത്ത് പറയുന്നുണ്ട്. ഇതെന്താ പോകുന്നത്, ഇത് ഏത് നിലക്കാ വരുന്നത്? ഈ കണക്കുകളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങളാണ് ചോദിച്ചു ചേച്ചി ഞങ്ങൾ തലമിന്നി പോകുന്ന ഞങ്ങള് എന്താ മൂപ്പരെ പണി നോക്കി നിങ്ങൾ. ഇതൊന്നും മൂപ്പർക്ക് ചേർന്നതല്ലായിരുന്നു. എത്ര ലക്ഷ പിരിക്കണത്, അത് ഒടുക്കാ കൊണ്ടോണോന്ന് ഞങ്ങൾ ചോദിക്കണില്ല, അതിന്റെ കണക്കും ചോദിക്കണില്ല. ഇതൊക്കെ പണ്ട് ഏപ്പിക്കാരൻ ഞങ്ങളെ ബാക്കിൽ പഞ്ചറായ സൈക്കിൾ എടുത്ത് കൂടി ചോദിച്ച ചോദ്യം അതൊക്കെ. അതിനൊക്കെ എത്രയോ മറുപടി ഞങ്ങൾ പറഞ്ഞതുമാണ്. ഇത് ഇയാളിപ്പത് വലിയൊരു പ്രോത്താമ്പിയായിട്ട് ഞങ്ങൾക്ക് കേൾക്കണോ? ഇയാളത് ചോദിച്ചത് കൊണ്ടും വണ്ടൂരിലും പരിസര പ്രദേശങ്ങളിലും ചെറുകോടും പരിസര പ്രദേശങ്ങളിലും ഇവിഷയത്തിൽ ചോദ്യത്തിൽ അന്തം വിട്ടു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ കേൾക്കാൻ വേണ്ടി ചെറുതായിട്ട് ഞാൻ പറയാം. ഈ ജനുവരിയിലെ കണക്കാണ്. അൽ മുഅല്ലിമിൽ കൃത്യമായി കണക്ക് വരലുണ്ട്. അതിന് ബുൽബുലിന്റെ അടുക്ക അൽ മുഅല്ലിം ഒന്ന് വായിച്ചു നോക്കി. ഞങ്ങളെ പ്രസിദ്ധീകളെ കൃത്യമായി കണക്ക് വരും. ഞാനത് വായിക്കാം. അതിന് മുമ്പ് ഈ കണക്ക് ഞാനൊന്ന് വായിക്കാം. ക്ഷേമനിധിയാണ് മൂപ്പർക്ക് വല്ലാത്തൊരു സംഭവമായി തോന്നിയത്. 1977 മുതൽ നിബന്ധനകളൊത്ത അപേക്ഷകർക്ക് അയിലയാൾ ആകെ ബോധം കെട്ട്. എല്ലാവർക്കും കൊടുക്കണം, റോട്ടുമ്പോ കൂടെ പോണവനും കൊടുക്കണം, കുത്തർക്കണവനും കൊടുക്കണം, കടക്കണവനും കൊടുക്കണം, എല്ലാവരും കൂടിയല്ലേ. നിബന്ധനകളൊത്ത അപേക്ഷകർക്ക് ബഹുമുഖ സാമ്പത്തിക സഹായങ്ങൾ മുഅല്ലിം ക്ഷേമനിധിയിലൂടെ നൽകി വരുന്നു. മുഅല്ലിമിന്റെ സംരക്ഷണത്തിലുള്ള പെൺകുട്ടികളുടെ വിവാഹം, ഭവന നിർമ്മാണം, രോഗചികിത്സ, വിധവാ സംരക്ഷണം, അത്യാഹിത സഹായം, കിണർ, കക്കൂസ്, വീട് റിപ്പയർ, അവശത സഹായം എന്നിവക്ക് ഈ ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് കോടികൾ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു കണക്ക് പറയാൻ, ഭവന നിർമ്മാണ ആവശ്യാർത്ഥം 11,620 പേർക്ക് 2,83,92,515 രൂപയും, വിവാഹാവശ്യാർത്ഥം 10,917 പേർക്ക് 4,07,34,890 രൂപയും, രോഗചികിത്സാർത്ഥം 2,789 പേർക്ക് 32,65,545 രൂപയും, വിധവാ സംരക്ഷണാർത്ഥം 350 പേർക്ക് 17,21,650 രൂപയും, കിണർ കുഴിക്കാൻ സഹായാർത്ഥം 226 പേർക്ക് 5,09,000 രൂപയും, കക്കൂസ് നിർമ്മാണ ആവശ്യാർത്ഥം 101 പേർക്ക് 3,03,000 രൂപയും, അത്യാഹിത സഹായമായ 104 പേർക്ക് 12,72,800 രൂപയും, മയ്യത്ത് പരിപാലന സഹായമായി 242 പേർക്ക് 9,66,000 രൂപയും, അവശ സഹായമായി 47 പേർക്ക് 2,08,000 രൂപ. ഇങ്ങനെ തലമിന്നിവ് കണ്ട അടുത്തുള്ള ബെഞ്ച് പിടിച്ചു നിന്നോളി. ഇങ്ങനെ 26,396 പേർക്ക് മൊത്തം 7,73,73,400 രൂപ 2014 വരെയുള്ള കണക്കാണ് ഞാൻ വായിച്ചത്. ചോദിച്ചാ ഉടുക്കത് കൊണ്ടായത് ഇതിങ്ങനെ ഫറൂഖ് പാലം കെട്ടിയപ്പം വള്ളം ചാണ ഓട്ടെ തിരികാൻ കൊണ്ടായതല്ലത്. ഇത് പാവപ്പെട്ട മുഅല്ലിങ്ങൾക്ക് കൊടുത്ത കണക്കാണ് ഈ വായിക്കണത്. എന്നിട്ട് എന്താ ഇതിങ്ങനെ ജനങ്ങളോട് ചോദിക്കാണ്, എത്തിയോല പൈസക്ക് പാടെ കൊണ്ടേ കാട്ടി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങളെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദിച്ചണ്ട, ആവശ്യമുള്ള സമയത്ത് ചേളാരിക്കാണ് വിളിച്ചാൽ കൃത്യമായി കണക്കാണ് പറഞ്ഞുതരും. ഇനി കേട്ടോ, നിങ്ങള് മദ്രസാധ്യാപകർക്കുള്ള ക്ഷേമനിധി സഹായങ്ങൾ വർദ്ധിപ്പിച്ചു. ഇനിയും കൂട്ടിക്കണ്. ഇത് ഈ മാസം പുറത്തിറങ്ങിയതാണ്. ഈ ഫെബ്രുവരി 2017 ഫെബ്രുവരി മാസത്തിൽ മുഅല്ലിം നോക്കിക്കോളി നിങ്ങൾ. വിവാഹം, വീട് ആവശ്യങ്ങളിൽ 27,000 രൂപ വരെയും, ചികിത്സ, വിധവ, അടിയന്തര സഹായം എന്നിവയ്ക്ക് 15,000 രൂപ വരെയും, അവശത സഹായം 8,000 രൂപ വരെയും വർദ്ധിപ്പിച്ചു. മരണാനന്തര ക്രിയാസഹായം, കിണർ, കക്കൂസ് നിർമ്മാണ സഹായം എന്നിവയ്ക്ക് 5,000 രൂപ വരെയും, മുഅല്ലിം പെൻഷൻ 1,000 രൂപയായും ഉയർത്തി. മദ്രസാധ്യാപകരുടെ ഭാര്യമാരുടെ ഓരോരോ പ്രസവത്തിനും കേട്ടോ നിങ്ങള്
5000 രൂപ വീതം സഹായം നൽകും. ഒരു ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചാൽ ആ പ്രസവിച്ച കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഒരു അപേക്ഷയും കൊടുത്താൽ 5000 ഉറുപ്പിക ആ പ്രസവ സഹായമായിട്ട് വിദ്യാഭ്യാസ ക്ഷേമനിധിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ വിഭാഗങ്ങളിലുമായി വർധനവ് നടത്തിയിട്ടുണ്ട്. തദ്രീബ് പരീക്ഷാ വിജയികൾക്കും കൂടുതൽ സർവീസ് ഉള്ളവർക്കും പ്രത്യേകം പരിഗണന ലഭിക്കും. ഇതൊക്കെ മൂപ്പർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇതൊക്കെ തിരും. ഇത് കണ്ണടച്ചിരുട്ടാക്കി പൊതുസമൂഹത്തിൽ സമസ്ത ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നവരാണെന്ന കുതന്ത്രം പറഞ്ഞു പരത്തിയവര് ചോദിക്കാ കണക്കൊക്കെ എന്തായി. എന്നിട്ട് അതിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നുമില്ല. നിങ്ങൾ പ്രവേശിച്ച അവിടെ എന്താ ഉണ്ടാകണു? ഇവിടെ നിങ്ങൾ പ്രവേശിച്ചാണ് ഇങ്ങനെ നടന്നില്ല, ദത്തുണ്ടായി. നേരത്തെ എം ടി സാഹ് ചോദിച്ചില്ലേ, ആരെങ്കിലും വന്ന് ഇങ്ങനൊക്കെ ഉണ്ട് എന്നാ ഞങ്ങളെ വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ട് നിങ്ങളേക്ക് സേവ് ചെയ്യാണ് നേരെ പറഞ്ഞു. അത്തരം ഫിത്തനകളൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് പിത്തന ഉണ്ടാക്കിയിട്ട് പറയും അങ്ങനെ പിത്തന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണില്ല. മൂർത്താകൂടെ അടിച്ചിട്ടേ ഞാൻ അടിച്ചു വെച്ച് കരുതണ്ടോ. ഇതെങ്ങനെയുണ്ട്? ഇതൊക്കെ പറഞ്ഞിട്ട് ഇളക്കിയിട്ട് പറയാം അത് പിത്തന ഉണ്ടാക്കാൻ പറയല്ല. നിങ്ങളൊന്നും ഇത് പറയരുതെന്ന് ഞമ്മക്ക് പറയണം. ഞമ്മക്കൊക്കെ പല പ്രതീക്ഷയുണ്ട്. ഇനി ഞമ്മളൊക്കെ പലതും കരുതിയിരുന്നു. മോശാക്കല്ല, പറഞ്ഞത് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. വേദന കൊണ്ട് നമ്മൾ പറയണത്. മോനമുത്ത് പറ്റേ എന്തിനും പിരിവാ ലക്ഷക്കണക്കിന് 5 ലക്ഷം 10 ലക്ഷം കുട്ടികളാണല്ലോ. ഒരു കുട്ടിയിൽ നിന്ന് 5 റുപ്യ 10 റുപ്യ വാങ്ങിയാൽ ലക്ഷം കിട്ടണമെന്ന് കൂട്ടണങ്ങള്. ഇതെന്താ പോകുന്നത്? ഇത് ഏത് നിലക്കാ വരുന്നത്? ഈ കണക്കുകളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല, അതിലേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നുമില്ല. അത്തരം ഫിത്തനകളൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് വരുമ്പോൾ തന്നെ വലിയ ബേജാറ്, ഇളക്കാണ്, നാശം ഉണ്ടാക്കാണ്, ഫിത്തന ഉണ്ടാക്കാണ് എന്ന് പറയും. ആയിക്കോട്ടെ, ഞങ്ങൾ അത്തരം ഫിത്തനുകളിലേക്കോ ഫിത്തന ഉണ്ടാക്കലിലേക്കോ ഒപ്പില്ല. അതേസമയം മഹല്ലുകളെ സംഘടന തരക്കടില്ല. നമ്മളോട് ചോദിച്ചു, വിദ്യാഭ്യാസ ബോർഡൊക്കെ ക്ഷേമനിധിക്കോ വിളിച്ചു ചോദിച്ചിട്ട് പള്ളിപ്പറമ്പൊക്കെ സലാം പറഞ്ഞാൽ ഒരു മറുപടി ഇല്ലെങ്കിൽ അങ്ങനെ പറയാം. ഞങ്ങൾ ചോദിച്ചു, ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മാസാമാസം അൽ-മുഅല്ലിമിൽ കൃത്യമായിട്ട് പറയണില്ലേ, പ്രസിദ്ധീകരണങ്ങളിൽ കൊടുക്കണില്ലേ? എവിടെ നോക്കിയാലും തിരിഞ്ഞാലും പറഞ്ഞാലും വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിലെ നമ്പറുള്ള കലണ്ടർ കാണില്ലേ? ഒന്ന് നോക്കിക്കൂടെ? ജിയോ സിം ആണെങ്കിൽ ഫ്രീ ആയിട്ട് വിളിച്ചൂടെ? അങ്ങനൊക്കെ വിളിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ പറയാ ഞങ്ങൾ ചോദിച്ചു നോക്കി, കിട്ടണില്ല, താലിം പാലുമില്ല, ഞങ്ങൾ ഇങ്ങനെ പറയാണ്. അതൊരു മാന്യത ഉണ്ടായിരുന്നു. കൊണ്ട് സമസ്തയുടേതാക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്തരുത്. മഹല്ലു സമിതികളെ അപ്രസക്തമാക്കരുത്, അതിനെ നോക്കുകുത്തികളാക്കരുത്. ഇരിക്കട്ടെ, മഹല്ല് ഭരണസമിതി മാത്രമല്ല ജീവനക്കാരും സമസ്തക്കാരാവണം. മഹല്ല് സമസ്തയാല് ജീവനക്കാര് സമസ്തക്കാരാകൂലേ ഉസ്താദെ? അങ്ങനല്ല അതിന്റെ നിയമം. വല്ലാത്തൊരു ഇടങ്ങാറ വ്യാപാത്. സമസ്തന്റെ മഹല്ലാകുമ്പോ ജീവനക്കാരും സമസ്തക്കാരനേക്കാരും സമസ്തക്കാരായാ പോരാ, സമസ്തയുടെ ആശയമനുസരിച്ച് വിശ്വസിച്ചാ പോരാ. പച്ചപ്പാവങ്ങളായി പണ്ടുകാലത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ ജീവിച്ചു വരുന്ന ഏതെങ്കിലും സാധുക്കള് ഓല വല്ല പ്രസിദ്ധീകരണത്തിനോ ആളെ ചേർത്തൊടുത്തിട്ടില്ലെങ്കിലോ വരിക്കാരെ ചേർത്തൊടുത്തിട്ടില്ലെങ്കിലോ അയാൾക്ക് മദ്രസ പഠിപ്പിക്കാൻ അധികാരമില്ല. പച്ച കളവാണിയാണ് പറയണത്. സമസ്തയുടെ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിന് ആളെ ചേർത്തില്ലെങ്കിൽ അയാളെ മദ്രസയിൽ പഠിപ്പിക്കാൻ പറ്റൂല എന്നയാൾ പറയണത്. ഞാൻ ചോദിക്കുന്നു, ആകാശത്തിന്റെ മുകളിൽ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ എവിടെയെങ്കിലും സമസ്തയുടെ ഏതെങ്കിലും മദ്രസയിൽ ഇന്ന മുഅല്ലിമ് ഇന്ന പ്രസിദ്ധീകരണത്തിന് വരിക്കാരനായിട്ടില്ല എന്നതിന്റെ പേരിൽ അയാളെ ഞങ്ങൾ പിരിച്ചുവിടുന്നു എന്നത് ഒരു സംഭവം എന്ന് പറഞ്ഞു നിങ്ങള്? നുണ പറയേ. നാടുകളിൽ ശിഥിലീകരണം ഉണ്ടാക്കുക. മുമ്പ് സംഘടന ഐക്യസംഘം, ഒരനൈക്യമില്ലാത്ത നാട്ടിൽ ഐക്യസംഘം എന്ന സംഘടന ഉണ്ടാക്കിയ മാതിരിയാണ് ഇപ്പോൾ ശിഥിലീകരണം ഇല്ലാത്ത നാട്ടിൽ ശിഥിലീകരണത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് ശിഥിലീകരണം ഉണ്ടാക്കുക. അതിനെതിരെയാണ് ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ, ഈ പരിപാടി. അയാൾ മദ്രസ പഠിപ്പിക്കാൻ പറ്റൂല. അയാൾക്ക് മദ്രസ പഠിപ്പിച്ചത് എത്ര കൊല്ലാണ് എന്നുള്ളതിന് ഇത്ര കൊല്ലം മദ്രസയിൽ പഠിപ്പിച്ചിരിക്കുന്നു എന്നതിനുള്ള സർവീസ് രജിസ്റ്റർ ഉണ്ട്. MSR ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച അങ്ങക്ക് പേടിയാകണേനെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്കും നിങ്ങളെ ആളുകൾക്ക് ഏപ്പിക്കാർ ആളുകൾക്ക് MSR എന്ന് പറയുമ്പോ ഉറക്കത്തിന് നെട്ടിങ്ങൾ നീക്കണുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിനെന്നെ ഞങ്ങളത് പരിഷ്കരിക്കാൻ തീരുമാനിച്ചതും 60 7 80 90 ഉണ്ടാക്കി MSR കുളിയണ്ടന്മാരായി നടക്കുന്ന ആളുകളുണ്ട്. സമസ്തയുടെയും സമസ്തയുടെ ആലിമീങ്ങളെയും ധിക്കരിച്ചും ചീത്ത പറഞ്ഞും സമസ്തയുടെ ആനുകൂല്യത്തിൽ നടക്കുന്നവർ
അവരെ തിരിച്ചറിയാനും നെല്ലും പതിനും തിരിച്ചറിയാൻ തന്നെയാണ് MSR പരിഷ്കരണ പരിപാടി ഉണ്ടാക്കിയത്. അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് പേടിയും ബേജാറുണ്ടാകും. അതിന് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. MSR മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞു തന്നെ. അതിന്റെ അർത്ഥം അതിന് വലിയ തഫ്സീർ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയൊരു പോത്താമ്പിയാക്കാണ്. MSR അത് മുഅല്ലിം സർവീസ് രജിസ്റ്റർ തന്നെ. ഈ മൂല്യര് എത്ര കാലമായി പണിക്ക് നിൽക്കൽ തുടങ്ങിയിട്ട് തന്നെ അത്ര ഉള്ളത്. അതിങ്ങനെ പറഞ്ഞാണ് പോത്താമ്പിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സഹോദരന്മാരൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തിരിയുന്ന എല്ലാ മനുഷ്യന്മാർക്കും ആലോചിച്ചൂടെ മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ മുഅല്ലിമിന് എത്ര സർവീസ് ഉണ്ട് മുഅല്ലിമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതല്ലേ? ഇത് രേഖപ്പെടുത്തുന്ന രേഖയല്ലേ? ആരെപ്പതല്ലായിരുന്നു. അതിപ്പോ ആരെങ്കിലും അല്ലാന്ന് പറഞ്ഞതിന് മറുപടി പറഞ്ഞ മാരുണ്ട്. മൂപ്പര് വർത്താനം കേട്ടാല് ആണ് ഇത് MSR മുഅല്ലിം സർവീസ് രജിസ്റ്റർ തന്നെയാണ്. ഈ മുഅല്ലിമിന് എത്ര കൊല്ലത്തെ മദ്രസയിലെ സർവീസ് ഉണ്ട് എന്ന് ആ മദ്രസയിലെ കാര്യം പറയേണ്ടത് ആ മദ്രസയിലെ ഭരണസമിതിയല്ലേ? ആ മദ്രസയിലെ ഭരണസമിതിക്ക് അതിൽ പറയാനും ഒപ്പിടാനും എഴുതാനും കോളുണ്ട് ഉസ്താദയില്. അങ്ങനെ കോൾ നിങ്ങൾ MSR കണ്ടിട്ടില്ലേ? അങ്ങനെ കോൾ അതിലുണ്ട്. മാനേജ്മെന്റിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒപ്പുവെച്ച് ഇയാൾ ഇത്ര കൊല്ലത്തിൽ ഇന്ന ഡേറ്റിൽ ഇത്ര ശമ്പളത്തിൽ കയറിയെന്ന് എഴുതേണ്ട ഒപ്പിടേണ്ട കോളയിലുണ്ട്. ഇയാൾ MSR ഒന്നും കണ്ടില്ല. ആരോ വന്ന് പറഞ്ഞത് ഇങ്ങനെ തെരിപ്പ് കയറ്റിവിട്ടാണ്. ആ ഭരണസമിതിയല്ലേ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? ഭരണസമിതിയല്ലേ ഞങ്ങളുടെ മദ്രസയിൽ ഈ മുഅല്ലിമി ഇത്ര കൊല്ലം ഭരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? പറയേണ്ടവരല്ലേ? അവർ കൊടുക്കേണ്ട ഒപ്പിന് ആരാ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? MSR ഒപ്പിടേണ്ടത് കണ്ടോങ്ങള്. ഈ കമ്മിറ്റിക്കാർ ഒപ്പിടേണ്ടതിന് പകരം SKSSF ഇടണം എന്നാണ് പറയാൻ പോണത്. SKSSF ഇടേണ്ടിയോടത്ത് ഓലിടണ്, കമ്മിറ്റിക്കാരിടേണ്ടിയോടത്ത് ഓലിടണ്, കമ്മിറ്റിക്കാരിടേണ്ടോടത്ത് SKSSF ഇടണില്ല. അതിട്ട് അത് മനസ്സൂഹാണ്, പറ്റൂല. ആ ഭരണസമിതിയല്ലേ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? ഭരണസമിതിയല്ലേ ഞങ്ങളുടെ മദ്രസയിൽ ഈ മുഅല്ലിമി ഇത്ര കൊല്ലം ഭരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? പറയേണ്ടവരല്ലേ? അവർ കൊടുക്കേണ്ട ഒപ്പിന് ആരാ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? MSR ഒപ്പിടേണ്ടത് SKSSF-കാരൻ. രണ്ടു കൂട്ടരും മറ്റേ കൂട്ടർക്ക് നമുക്ക് അറിഞ്ഞൂടാ. അവിടെ നാട്ടിലൊക്കെ നടക്കണ രണ്ടു കൂട്ടരുണ്ട്. ഇവിടെ മറ്റേ കൂട്ടരെ നമുക്ക് അറിയില്ല. ഏൽപ്പിക്കാരെ പറ്റി മൂപ്പര് അറിയാനില്ല. മൂപ്പര് 19 കൊല്ലായിട്ട് ഉഗാണ്ടയിൽ ഇപ്പൊ മിഞ്ഞാന്നിട്ട് വന്നതാ. അങ്ങനെ TV മൂപ്പര് അറിയണില്ല. മൂപ്പര് വാക്കുകൾ ശ്രദ്ധിച്ചോ. ഇവര് തമ്മിലുള്ള ഐക്യത്തിന്റെ ലിങ്കിന്റെ ആഴമാണത്. രണ്ട് കൂട്ടരുണ്ട് ഇവിടെ. ഒരു കൂട്ടരെ നമ്മൾ അറിയില്ല. ഇവരെ ഇപ്പൊ നമ്മൾ അറിയുള്ളൂ. ഏപ്പിക്കാരെ ചറിയില്ല. അതിന്റെ പച്ച മലയാളം അറിയാഞ്ഞിട്ടല്ല. കണ്ണാട് ചിമ്പി നോട്ടിന്റെ കട്ടിയുടെ എണ്ണത്തിനനുസരിച്ച് കണ്ണാട് ചിമ്പി സമസ്തക്കെതിരെ ഞങ്ങൾക്ക് നിങ്ങൾ പണ്ടേ കേരള മുസ്ലിം ജമാഅത്ത് ഏപ്പിക്കാരുണ്ടാക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം. കേരള മുസ്ലിം ജമാഅത്ത് എന്നാൽ സമസ്തയെ അടിക്കാനുള്ള ഒരു ബഹുമുഖ പദ്ധതിയാണ് കേരള മുസ്ലിം ജമാഅത്ത്. സുന്നി ജമിയത്തുൽ ഉലമ, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി യുവജന സംഘം, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി ബാലവേദി, സുന്നിയോണ്ട് 4-5 കളി. കേരള മുസ്ലിം ജമാഅത്തിന് സുന്നില്ല. സുന്നി ഒഴിവാക്കി കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചപ്പോൾ ഞങ്ങൾക്കറിയാം സകലമാന ആളുകളെയും കൂട്ടുപിടിച്ച് സമസ്തക്കെതിരെ തിരിയാനുള്ളൊരു വടിയായിരുന്നു കേരള മുസ്ലിം ജമാഅത്ത്. ഇപ്പൊ ഇവലൊക്കെ കൂട്ടുപിടിക്കാൻ മൂപ്പര് വരെ 2 ടീമുണ്ട്. മറ്റേ ടീമിനെ നമ്മൾ അറിയുന്നില്ല. മൂപ്പര ഭാഗം എന്ന് പറയട്ടെ. ഭരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പറയേണ്ടവരല്ലേ? അവർ കൊടുക്കേണ്ട ഒപ്പിന് ആരാ ഒപ്പിട്ട് കൊടുക്കേണ്ടത്? MSR ഒപ്പിടേണ്ടത് SKSSF-കാരൻ. രണ്ടു കൂട്ടരും മറ്റേ കൂട്ടർക്ക് നമുക്ക് അറിഞ്ഞൂടാ. അവിടെ നാട്ടിലൊക്കെ നടക്കണ 9,000 മദ്രസ 10,000 മദ്രസ നടക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ പറയാന്നില്ല. ഞങ്ങൾക്ക് ഇത് രണ്ടു കൂട്ടരും കണക്കാണ്. ആ രണ്ടു കൂട്ടരെ പറയേണ്ടടുത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറയും. ഇവിടെ അത് പറയുന്ന സമയമല്ല. അതുകൊണ്ട് രണ്ടു കൂട്ടർ എന്നത് വിടി. നാട്ടിൽ നടക്കുന്ന ഫസാദ് സംബന്ധിച്ച് വിഷയം സംബന്ധിച്ച ഇപ്പോഴത്തെ ചർച്ച. എന്ത് ഫസാദാ ഉസ്താദ് ഇവിടെ നാട്ടിലുണ്ടായത്? നിങ്ങൾ ഈ പ്രസംഗം തുടങ്ങിയതിനു ശേഷം നാടിൽ പല ഭാഗത്തും ഇങ്ങനെ ചിന്ത തുടങ്ങിയതല്ലാതെ എന്ത് ഫസാദാ നാട്ടിലുണ്ടായത്? MSR പുതുക്കിയതാ ഫസാദ്? ചേമനരി കൊടുക്കണതാ ഫസാദ്? മുഅല്ലിമിന്റെ ഭാര്യക്ക് പ്രസവം ഉണ്ടാകുമ്പോൾ 5000 രൂപ കൊടുക്കണതാ ഫസാദ്? മുഅല്ലിങ്ങളെ സഹായിച്ചതാ ഫസാദ്? 7 കോടി 8 കോടി ഉറുപ്പികയുടെ അടുത്ത് പാവപ്പെട്ട മുഅല്ലിങ്ങൾക്ക് കൊടുത്തതാ ഫസാദ്? മദ്രസയും പള്ളിയും അതിന്റെ നേതൃത്വം സമസ്ത ഏറ്റെടുത്തതാ ഫസാദ്? അപ്പൊ ഫസാദിന്റെ മഴ എന്താണ്?
ഈ ചർച്ച പ്രകാരം MSR ഒരു മുഅല്ലിമിന് അയാൾ ഇത്ര കൊല്ലം ഈ മദ്രസയിൽ സർവീസ് ചെയ്തു എന്ന് ആ മദ്രസയിലെ മാനേജ്മെന്റ് എഴുതുന്നതിനു പകരം MSR ലഭിക്കുന്നതിന് ആരുടെ ഒപ്പ് വേണം, ആരുടെ അംഗീകാരം വേണം? ഈ മദ്രസ മുഅല്ലിം പഠിപ്പിച്ച് ഈ മദ്രസ മുഅല്ലിം ഷെഡ് ഇട്ട് കൊടുത്തിട്ടുള്ള കുട്ടികളെ SKSSകാരായി വരുമ്പോ അവരുടെ ഒപ്പുമാണ്. ഏത് മോചാര കുട്ടികൾക്ക് സെറ്റ് ഇട്ട് കൊടുക്കല്ലേ? അല്ല, അങ്ങനെ പറയാനേ SKSSന്റെ കുട്ടികൾക്ക് മോചാര് ഷെഡിട്ട് കൊടുത്തതാണ്. അങ്ങനെ പറയരുത് ഉസ്താദ്. വിമർശിക്കുമ്പോ അതിനൊക്കെ ഒരു മാന്യതല്ലേ? ഷെഡിട്ട് കൊടുക്കല് നഴ്സറിയിൽ LKGയിലും അതിന് മുമ്പ് അംഗനവാടിയിലൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ടീച്ചർമാർ ഷെഡിട്ട് കൊടുക്കേണ്ടി വരും. കാരണം തെക്കലീഫില്ലാത്ത കുട്ടികളാണ്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ അവിടെ 1ാം ക്ലാസ്സിൽ ചേർത്ത് അതിനൊരു സിലബസ് ഉണ്ട്. അവിടെ ഷെഡിട്ട് കൊടുക്കാന്നുള്ള സിലബസ് ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ പോലത്തെ ആളുകൾ തരം താഴ്ന്ന ഇങ്ങനത്തെ ആരോപണങ്ങൾ പറയുന്നത് വളരെ മാന്യതക്ക് നിരക്കാത്തതാണ് എന്ന് മാത്രമേ അത് പറയണുള്ളൂ. അപ്പൊ നമുക്കൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ഏതൊരു സംഘടനയ്ക്ക് ഒരു ലക്ഷ്യം. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആ ലക്ഷ്യത്തിൽ നിന്ന് അതിവേഗം ബഹുദൂരം പിന്നോട്ട് പോയിട്ടുണ്ട് പലരും. വിമർശനം മാത്രം, കുറ്റം കണ്ടെത്തൽ മാത്രം. ഒരു കാലത്ത് സമസ്തയിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് പറഞ്ഞിരുന്ന ആരോപണങ്ങളിൽ ഒന്നെന്താണ്? സമസ്തക്ക് രാഷ്ട്രീയം എന്താണ് പറഞ്ഞു. മുസ്ലിം ലീഗിന് ആരെയും സമസ്തനെ കെട്ടി സമസ്ത ലീഗുമായിട്ട് ബന്ധപ്പെടുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പറ്റൂല. അല്ലാഹ് ബില്ല എന്ന ചിന്തയോടുകൂടെ ജീവിച്ച് അങ്ങനത്തെ ഒരു സംഘടന രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞ് മാറിപ്പോയി. പേരോടൊക്കെ അന്ന് പ്രസംഗിച്ചിട്ട് ചെറുനായിനെ നിങ്ങൾ അളക്കാൻ പറ്റിയ ജാതി ഒച്ചരി അന്നൊക്കെ അയാളെ പ്രസംഗിച്ചിനി. നമുക്ക് രാഷ്ട്രീയം വേണ്ട, നമുക്ക് LDF വേണ്ട, നമുക്ക് UDF വേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. അവസാനം എന്തായി? തനിച്ച രാഷ്ട്രീയക്കാരെ പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി. ഈ കഴിഞ്ഞ തൃശ്ശൂരിലെ സമ്മേളനത്തിൽ അവരുടെ മുഷാവറിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു, വേണ്ടി വന്നാൽ കേരള മുസ്ലിം ജമാഅത്തിനെ രാഷ്ട്രീയ പാർട്ടിയാക്കും. പോത്തുപാല് പൊന്തിച്ചപ്പം തന്നെ ഞങ്ങൾക്കറിയാതെത്തിനാണ്. ഞങ്ങൾക്കതറിയും. ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങളെ പണ്ട് ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. വരാൻ പോണ സംഗതികൾ ഇങ്ങനെയൊക്കെയാണ്. പണ്ട് പേരുണ്ട പ്രസംഗം ഒന്ന് കേൾക്കിങ്ങള്. നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട, വലതുപക്ഷം നോക്കണ്ട, നിങ്ങൾ അല്ലാഹനെ മുറുകെ പിടിക്കണം. ഒരിടതും വലതുമല്ല നമ്മളെ ദീന് നിയന്ത്രിക്കുന്നത്, അള്ളയാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോ ഞമ്മക്ക് ഇടതും വേണ്ട, ഞമ്മക്ക് വലതും വേണ്ട, ഞമ്മക്ക് UDF LDF ഒന്നും വേണ്ട, ഞമ്മക്ക് അല്ലാഹ് മതി, വേറൊന്നും വേണ്ട. ഇത് പണ്ടത്തെ പ്രസംഗം. പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലും പരാജയപ്പെടുത്തുന്ന രൂപത്തിൽ തനിച്ച തരം താന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രവർത്തനം നടത്തി. സൗകര്യം പോലെ പറയാ. ഇത് മുഴുവനാക്കട്ടെ. അതുകൊണ്ട് തന്നെ SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാനുള്ളവരല്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കാൻ നമ്മളെ ഉള്ളൂ. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ. കണ്ടോങ്ങള്, അള്ളാന്റെ ദീന് പറയാൻ നമ്മളെ ഉള്ളൂ. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കൊണ്ടുപോട്ടെ. നമ്മള് രാഷ്ട്രീയത്തേക്ക് കയറിയാ പിന്നെ ദീന് പറയാൻ ഇവിടെ ആളുണ്ടാകൂല. അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾക്ക് പാടില്ല എന്നൊരു കാലത്ത് പ്രസംഗിച്ചു. ഇത് ഖദീമായ ഖൗലാണിത്. പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ ഉണ്ട്. ഇനി ജദീദായ ഖൗലിന് വേറെ വരാണ്ട്. എന്നിട്ട് നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ 100% പ്രവർത്തകരാകണം, സജീവമായ പ്രവർത്തകരാകണം. ഈ നിലക്ക് പ്രസംഗം നടത്തി ആളുകൾ അങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ട് രോമൊക്കെ അങ്ങനെ എടുത്തു പിടിക്കുന്ന പ്രസംഗം നടത്തിയൊരു കാലം അതൊക്കെ പോയി. ഈ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ നടന്ന സമ്മേളനത്തിൽ അവര് പറഞ്ഞു, ഇങ്ങനെ പോയാൽ കേരള മുസ്ലിം ജമാഅത്തിനെ രാഷ്ട്രീയ പാർട്ടിയാക്കുന്ന വിഷയം ഞമ്മക്ക് ആലോചിക്കേണ്ടി വരും. ആലോചന നടന്നാ പിന്നെ നടക്കും എന്നുള്ളത് ഉറപ്പായും ചെയ്തു. ചുള്ളിക്കോട് സഖാഫി പറയട്ടെ. നമ്മുടെ പണ്ഡിതന്മാരെ ചെറുതായി കാണാൻ നിങ്ങൾ ഉപയോഗിക്കരുത്. മറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ എത്ര വലുതായാൽ പോലും അവരെ പുറം ലോകത്തെത്തിക്കാനുള്ള ഒരു വഴി നമുക്കില്ല എന്നത് വസ്തുതയാണ്. ഇവിടെയാണ് കമറുലമ എന്ന് നമ്മളൊക്കെ അറിഞ്ഞിട്ടും എന്തേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറെ ഉസ്താദുമാർ കമറുലമ എന്ന് മാത്രം പോരാ, സുൽത്താനുലമ എന്ന് കൂടി കൊടുക്കണം എന്ന് തീരുമാനിച്ചത് എന്ന അർത്ഥം എനിക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ്. അതെ, ഏതാശയവും ശക്തമായി ഒരു സ്ഥലത്ത് അതിന് വേറുറക്കണമെങ്കിൽ ശക്തമായ ഒരു സപ്പോർട്ട് വേണം. രാഷ്ട്രീയം നമ്മുടെ കൈവശമില്ല. ഈ പറഞ്ഞ എല്ലാവിധ ശാസ്ത്ര നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആ രൂപത്തിൽ മുന്നേറണമെങ്കിൽ
നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ? ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ചർച്ച ചെയ്തോളി. ബന്നത് ഓർമ്മയുണ്ടാവുള്ളൂ. അതിലേറെ പായേണ്ടി വരും. കാരണം മരണാർക്കാട് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. അപ്പൊ ചോദിക്കാണ്, നമുക്ക് നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രീയ സപ്പോർട്ട് വേണം. പ്രസംഗങ്ങള് 1988-89 എന്താ പറഞ്ഞത്? സമസ്തക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട്, അതുകൊണ്ട് അവരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. സമസ്ത ലീഗക്ക് പോകുകയാണ് പറഞ്ഞു. വലിയ കുതുകുലുണ്ടാക്കി ഇവിടെ. അങ്ങനെ രാഷ്ട്രീയ ബന്ധമുള്ള സംഘടന പടച്ചോന്റെ പക്കലെത്തി സ്വർഗപ്രാപ്തി ലക്ഷ്യം വെച്ചാൽ സ്വർഗത്തിലെത്തൂല എന്ന് പറഞ്ഞു. കൊല്ലങ്ങൾ കുറെ കഴിഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുൽ ഉലമയുടെ പാണക്കാടിൽ നിന്ന് വഫാത്തായി പോയ സാദാത്യങ്ങളുടെ കറാമത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിലെ സമ്മേളനത്തിൽ പറഞ്ഞു, നിലനിൽപ്പിന് രാഷ്ട്രീയ സപ്പോർട്ട് വേണം. പറയേണ്ടിടത്തെ കാര്യങ്ങളെത്തി. മുസ്ലിം ലീഗിനോട് നമ്മുടെ പദ്ധതി അങ്ങോട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ? ചർച്ച ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നമുക്കൊരു പകരം സംവിധാനം ഉണ്ടാക്കിക്കൂടെ എന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. ഇതിനൊന്നും നിങ്ങളാരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം ജമാഅത്തിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറ്റേണ്ടി വരുമോ എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും എന്നൊരു പക്ഷേ സൂചന നൽകേണ്ടത് ആവശ്യമാണ്. കണ്ടോങ്ങള്, രാഷ്ട്രീയ പാർട്ടിക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണില്ലെങ്കിൽ, തിരിഞ്ഞു നോക്കണില്ലെങ്കിൽ കേരള മുസ്ലിം ജമാഅത്തിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ്. അവിടുക്കത്തിലെ ആയിക്കോളും. ഇത് ഞങ്ങൾ പണ്ടേ കണ്ടതാണ്. നിങ്ങൾ മനസ്സ് കാണുമ്പോ ഞങ്ങളെ നേതാക്കന്മാര് മാനത്ത് കാണും. അതിന്റെ അടയാളങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എവിടെ പോയി ആരോപണങ്ങൾ, എവിടെ പോയി ദുരാരോപണങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് കാര്യം കിട്ടുന്നിടത്ത് മുഴുവനും ഹലാല് ഹറാമാകുന്ന അർത്ഥ ജമാഅത്തുകാരൻ പറഞ്ഞ മാതിരി പണ്ട് ഹറാമുള്ളതൊക്കെ നിങ്ങൾക്ക് ഹലാലായി. നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടം, രാഷ്ട്രീയമായ നേട്ടം, ഭൗതികമായ നേട്ടം എവിടെ കിട്ടോ അവിടേക്ക് നിങ്ങൾ ചായുന്ന സ്വഭാവമാണ് ഈ എക്കാലത്തുണ്ടായിട്ടുള്ളത്. എത്രത്തോളം അറിയങ്ങള് സിറാജുൽ ഹുദന്റെ സമ്മേളന പ്രചരണാർത്ഥം പല വേദിയിലും നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ അറിയാത്തവർക്കുണ്ടെങ്കിൽ വേണ്ടി ഞാൻ കേൾപ്പിക്കുകയാണ്. സിറാജുൽ ഹുദയുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സ്ഥാപനത്തിന്റെ പ്രചരണാർത്ഥം ഒരു ഹെൽമെറ്റ് ഇറക്കി. ആയിക്കോട്ടെ, നമ്മളെ കുറ്റം പറയാന്നല്ല, ഹെൽമെറ്റ് സബിൽ മുബിഖാത്തിൽ പെട്ടതാണെന്നല്ലേ നമ്മൾ പറയണത്. സമ്മേളന പ്രചരണാർത്ഥം പേഴ്സ് ഇറക്കലുണ്ട്, ബാഗ് ഇറക്കലുണ്ട്, അതുപോലെ ഗ്ലാസ് ഇറക്കലുണ്ട്, പലതും ഇറക്കലുണ്ട്. ഇവർ ഹെൽമെറ്റ് ഇറക്കി. എന്നിട്ട് ആ ഹെൽമെറ്റ് ചെലവാകാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റിന്റെ ഫളായിൽ പ്രസംഗിച്ചു നടന്നു. അത് വല്ലാതെ കടന്ന കൈയായി പോയി. ഫളായിലുൽ ഹെൽമെറ്റ് ഹംസത്ത്, ഹെൽമെറ്റിന്റെ ശ്രേഷ്ഠത 5 ഉണ്ട്. ഞാൻ പറയല്ല, പേരോട് തന്നെ പറയട്ടെ. ഓരോ ജില്ലയിലും 25 ഹെൽമെറ്റ് വിതരണം. അതിൽ 5 കാര്യമുണ്ട്. ഹെൽമെറ്റ് ഉപയോഗിച്ചാൽ 5 കാര്യമുണ്ട്. ഏതൊക്കെ 5 കാര്യം പ്രിയണ്ണി പറയട്ടെ. 1 തലമറച്ച സുന്നത്ത്. വലിയ കോളായി പോയി. ഹെൽമെറ്റ് കൊണ്ട് നിസ്കരിച്ചാൽ നിന്നാ ചന്ദ്രക്ക് കൗന്നാൾ പോകൂല അങ്ങോട്ട് മേപ്പെട്ടേക്ക്. ഹെൽമെറ്റ് ഇട്ട ഇങ്ങനെ തലമറിച്ച സുന്നത്തിട്ടല്. അപ്പൊ ഈ കാലം വരെ ഹെൽമെറ്റ് ഇല്ലേ? ഉണ്ട്. എന്നാ ഈ കാലം വരെ അതിന്റെ ഫളായില് പറഞ്ഞോ? ഇല്ല. എന്തേ ഇപ്പൊ പറയണത്? നമ്മൾ ഉണ്ടാക്കിയ ഹെൽമെറ്റ് ചെലവാണോ? അപ്പൊ ഹെൽമെറ്റിന്റെ ഫളായില് 1 തലമറിച്ച സുന്നത്ത്, 2 മറ്റൊന്ന് തലക്ക് പരിക്ക് പറ്റാതിരിക്കൽ. അത് മൂപ്പര് പറഞ്ഞ കാര്യം. സുന്നത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഖിലാഫുണ്ട്. ആ ഹെൽമെറ്റ് ഇട്ടാല് തലക്ക് പരിക്കേറ്റൂല. 2 3 വേറെ ഒന്ന് കൃത്യത്തിന് ഓരോ സ്ഥലത്തും എത്തിച്ചേരരുത്. കാരണം പോലീസുകാർ പിടിച്ചേക്കൂല. അത് ശരിയാ. അപ്പൊ ഹെൽമെറ്റ് ഇട്ട് പോയാൽ പോലീസുകാർ വൈക്കല് പിടിച്ചേക്കാത്തതുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയും. ബാക്കിയുള്ള വിഷയത്തിലൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊള്ളുന്നില്ല. 4-മത്തത് നിയമം ലംഘിക്കാതെ ജീവിക്കണം എന്ന മെസ്സേജ് നൽകും. ബാക്കിയുള്ളവർക്കൊക്കെ നിയമം ലംഘിക്കാം. ബാക്കിയുള്ളവർക്കൊക്കെ പള്ളി പൂട്ടിയാലും വേണ്ടില്ല, മദ്രസ പൂട്ടിയാലും വേണ്ടില്ല, നാട്ടിൽ കുഴപ്പമുണ്ടായാലും വേണ്ടില്ല, ഉസ്താദ്മാരെ ധിക്കരിച്ചാലും വേണ്ടില്ല, കള്ളത്തരം പറഞ്ഞാലും വേണ്ടില്ല, അതിനൊന്നും കുഴപ്പമില്ല. അവിടെയൊക്കെ നിയമം ലംഘിക്കാം. ഹെൽമെറ്റ് ഇടുന്ന വിഷയത്തിൽ നിയമം ലംഘിക്കരുത്. കാരണം ഉണ്ടാക്കിയ ഹെൽമെറ്റ് ചെലവാകണമല്ലോ. 5. 5-മത്തത് അതിന്റെ ബാക്കിലും സൈഡിലും സിറാജുൽ ഹുദ സിൽവർ ജൂബിലി ഫെബ്രുവരി 3, 4, 5 എന്ന പ്രചരണം. സത്യം മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.